ഹലോ, ക്രിസ്മസ് എക്സാമിന് ട്രിഗ്നോമെട്രി ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നേ നമ്മൾ 3 പാർട്സ് ആയിട്ട് ഓൾറെഡി ഈ ട്രിഗ്നോമെട്രി ചാപ്റ്ററിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അതിന്റെ ലാസ്റ്റ് ഒരു പാർട്ടായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു പർട്ടിക്കുലർ പാർട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റും നമുക്ക് ഉറപ്പായിട്ടും ഷുവറായിട്ടും 4 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന ഒരു പാർട്ടാണിത്. അതെങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ നമ്മളോട് ചോദിക്കുന്നത് ഒരു മരത്തിന്റെ നീളം എത്ര, പണിതുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ നീളം എത്ര, ആ ടൈപ്പ് ചോദ്യമാണ് ഈ ഒരു സെക്ഷനിൽ നിന്നുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 30, 60, 90 ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അതില്ലെങ്കിൽ 45, 45, 90 ആയിട്ടുള്ള ഐസോസെലസ് ട്രയാങ്കിളുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഇത് രണ്ടും പറ്റിയില്ലെങ്കിൽ മാത്രം നമ്മൾ എങ്ങോട്ടേക്ക് പോവുക? ഇക്വേറ്റിംഗ് മെത്തേഡ്. എന്താണ് ഇക്വേറ്റിംഗ് മെത്തേഡ്? ഇക്വേറ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ 4 മാർക്കിന്റെ ഒക്കെ ചോദ്യമാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും 2 വീതം ത്രികോണങ്ങൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് കാണും. 2 വീതം 90 ഡിഗ്രി ത്രികോണങ്ങൾ കാണും. അതിന്റെ അകത്ത് കോമൺ ആയിട്ടുള്ള സൈഡ്, ഇപ്പൊ ഈ 2 ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ കോമൺ സൈഡ് ഏതാണ്? കോമൺ ആയിട്ട് വരുന്ന മാറാത്ത സൈഡ് ഈ നീളമാണ്, ഒരിക്കലും മാറാത്തത്. അങ്ങനെ കോമൺ ആയിട്ടുള്ള സൈഡിലേക്ക് ഇക്വേറ്റ് ചെയ്ത് കണ്ടെത്തുക. ഒന്നല്ലെങ്കിൽ 30, 60, 90 നോക്കുക, അല്ലെങ്കിൽ 45, 45, 90 നോക്കുക, അല്ലെങ്കിൽ ഇക്വേറ്റിംഗ് മെത്തേഡ് നമ്മൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ലാഡർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഒരു ഭിത്തിയിൽ ഇങ്ങനെ ചാരി വെച്ചിരിക്കുക. ആ ഭിത്തിയിൽ നിന്ന് ലാഡറിന്റെ ബോട്ടം വരുന്നത് 3 മീറ്ററിലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലാഡറിന്റെ നീളം എന്തെന്ന്. അത് കഴിഞ്ഞിട്ട് ലാഡർ ഊർന്നിറങ്ങി അതിപ്പോ 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ വന്നെങ്കിൽ ഇപ്പോൾ ലാഡർ ഈ ഒരു സർഫസ് ലെവലിൽ നിന്ന് എത്ര ഉയരത്തിലാണ് അതിന്റെ ടോപ്പ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം, കാരണം ഇതിനകത്ത് നോക്കുമ്പോഴേ അറിയാം 30, 60, 90 ഡിഗ്രി നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇത് 60, ഇത് 90, ഇത് 30, ഇത് 30, ഇത് 60, ഇത് 90. അങ്ങനെ 30, 60, 90 അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ട്രയാങ്കിളിൽ ഞാൻ അത് അപ്ലൈ ചെയ്യാൻ പോവാണ്. 30, 60, 90. നമുക്കറിയാം കാണാൻ പിടിച്ചു വെക്കേണ്ട റേഷ്യോ 1:√3:2 ആണ്. നോക്കുമ്പോൾ 60ക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് ചോദിച്ചിരിക്കുന്നത്, 30ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 3 എന്ന് നമുക്കുണ്ട്. അപ്പം 1ന്റെ ഓപ്പോസിറ്റ് 3 ആയി. അപ്പോൾ ഇതെന്താവും? 3√3. 2 എന്താവും? 6 ആകും. സോ 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ ലെങ്ത് ആണല്ലോ ലാഡറിൻ്റെത്. അത് എത്ര മീറ്റർ ആണ്? 6 മീറ്റർ. ഇനി ആ 6 മീറ്റർ ആണല്ലോ ഇങ്ങോട്ടേക്ക് ഊർന്നിറങ്ങി വരുന്നത്. അപ്പോൾ ആ 6 മീറ്റർ മാറില്ല. അത് നമ്മൾ 30, 60, 90 ഡിഗ്രി ട്രയാങ്കിൾ ഇട്ടിട്ട് 30യുടെ ഓപ്പോസിറ്റ് ഉള്ള ഇതാണ് കണ്ടെത്താൻ പോകുന്നത്. നോക്കിക്കോ, ഇനിയിപ്പോ ഇത് 30 ഡിഗ്രി ആയി, പക്ഷെ ഇത് 60 മാറില്ല, 6 മാറില്ല. സോ 30 ഇത് 90 ആയിരിക്കും, ഇത് 60 ആയിരിക്കും. 30, 60, 90 ട്രയാങ്കിളിൽ 1:√3:2 എന്നാണ് വരേണ്ടത്. 1:√3:2. അതിന്റെ അകത്ത് നമുക്ക് നോക്കുമ്പോൾ അറിയാം 90യുടെ ഓപ്പോസിറ്റ് 6 വന്നിരിക്കുന്നു. 2യുടെ ഓപ്പോസിറ്റ് ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് 2 റേഷ്യോ ആണ്, അതിപ്പോ 6 ആയി. 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോ 60ക്ക് ഓപ്പോസിറ്റ് √3 എന്ന് പറയുന്ന റേഷ്യോ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 3√3 ആവും. 1 എന്ന് പറയുന്നത് 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാവും? 1:3. സോ 30ക്ക് ഓപ്പോസിറ്റ് ഈ മീറ്റേഴ്സ് എത്രയാണെന്ന് കിട്ടി? 3 മീറ്റേഴ്സ് ആണെന്ന് നമുക്ക് ലഭിക്കും. ഇത് ചോദിച്ചിട്ടില്ല, ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 60ക്ക് ഓപ്പോസിറ്റ് ആണ്, അത് 3√3. സോ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നു. ആദ്യം ഇത് 60 ആണെന്ന് തന്നിട്ടുണ്ട്, അപ്പോൾ ഇത് 30 to 90 ആയിരിക്കും. മാത്രമല്ല 30യുടെ ഓപ്പോസിറ്റ് 3 ആണെന്നുള്ളതിൽ നിന്ന് നമ്മൾ മറ്റുള്ളത് 2 കണ്ടുപിടിച്ചു. 90ക്ക് ഓപ്പോസിറ്റ് 6 ആണെന്ന് മനസ്സിലാക്കി. അതേ ഏണിയാണ് ഇപ്പോൾ ഊർന്നിറങ്ങി താഴത്തേക്ക് വന്നിരിക്കുന്നത്. ഊർന്നിറങ്ങി താഴത്തേക്ക് വരുമ്പോൾ അത് 30, ഈ മീറ്റർ എത്രയായിരിക്കും? 6 meters. സോ 30:60:90 1:√3:2. അത് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ഈ 6 ഉപയോഗിച്ച് ബാക്കിയുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ 90ക്ക് ഓപ്പോസിറ്റ് ഇപ്പോൾ എത്രയായിരിക്കുന്നു? 6 ആയിരിക്കുന്നു. ആ 2നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ്? 3 കൊണ്ട് ഗുണിച്ചാലാണ് 6. അതേപോലെ √3നെ 3 കൊണ്ട് ഗുണിച്ചാൽ 3√3 ആവും. 1നെ 3 കൊണ്ട് ഗുണിച്ചാൽ 3 ആവും. സോ 30യുടെ ഓപ്പോസിറ്റ് ഉള്ള നീളമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. എത്ര മീറ്റേഴ്സ് ആണ്? 3 മീറ്റേഴ്സ് ആണ് ആ ഒരു നീളം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. ഈ ഒരു ഫിഗറും ഈ ക്വസ്റ്റ്യനും ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. ഇത് 60 തന്നിട്ടുണ്ട്, അപ്പോൾ ഇത് എത്രയായിരിക്കും? 30ക്ക് ഓപ്പോസിറ്റ് 2. അപ്പോൾ എന്ത് ചെയ്യാം? 30, 60, 90
ഈ ലാഡർ ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ഒരു ലാഡർ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നത്, ഇത് 60 ഡിഗ്രി ആണ്, ഇത് 2 സെന്റിമീറ്റർ അകലെയാണ് നിൽക്കുന്നത്. അത് ഒരു പക്ഷെ 2 മീറ്റർ ആകാം, അതൊരു തെറ്റാവാം. 2 meters ആണ്. യെസ്, 2 meters ആണ്. സോ 30 60 90 എന്ന് പറയുന്ന 1:√3:2. നമുക്കറിയാം 30യുടെ ഓപ്പോസിറ്റ് തന്നിരിക്കുന്നു 2. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാ? 2√3. കാരണം 1 2 ആകണമെങ്കിൽ നമ്മൾ ഇൻറ്റു 2 ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 2√3, ഇതോ 4. ഇത് എത്രയാണ് വരുന്നത്? 4 ആണ് വരുന്നത്. സോ 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ നീളം, അതായത് ഏണിയുടെ നീളം 4 മീറ്റർ. ഏണിയുടെ നീളം എത്രയാണ്? 4 മീറ്റർ. 60ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ ദൂരം എത്രയാണ്? 2√3. ഇതിന്റെ ദൂരം 2√3 വരും. സോ നമ്മളോടുള്ള രണ്ടാമത്തെ ചോദ്യം ഈ ഏണി ഊർന്ന് ഇങ്ങനെ താഴത്തേക്ക് വന്നു, ഇത് 30 ഡിഗ്രി ആയി. ആദ്യത്തെ ഡിഗ്രിയിലായിരുന്നു, 60 ഡിഗ്രിയിലായിരുന്നു, അത് ഊർന്ന് ഇറങ്ങി വന്ന് ഇപ്പൊ 30 ഡിഗ്രിയിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര തന്നെയായിരിക്കും? 4. ഇത് എത്ര തന്നെയായിരിക്കും? 4. 30 ഇത് എത്രയായിരിക്കും? 60, ഇത് 90. സോ 30:60:90. That is 1:√3:2. That is 90ക്ക് ഓപ്പോസിറ്റ് 4 ആയി. അതായത് എത്ര കൊണ്ടാണ് ഗുണിച്ചത്? 2 കൊണ്ട്. ഇത് എത്രയാകണം? 2√3 ആകണം. 1 × 2 എത്രയാണ്? 2 ആണ്. സോ 2:2√3:4 എന്നാണ് ഉത്തരം വരുന്നത്. നമുക്ക് 30ക്ക് ഓപ്പോസിറ്റ് ഈ ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഈ ഏണി ഊർന്നിറങ്ങി വന്ന് 30 ഡിഗ്രി എന്ന് പറയുന്ന ഈ ആംഗിളിൽ ഇരിക്കുമ്പോൾ അത് എത്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ എന്താണ് ഉയരെയാണ്. അതായത് ഈ ഏണിയുടെ ഈ ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ഉയരത്തെന്നാണ് നമ്മളോടുള്ള ചോദ്യം. സോ നമുക്ക് അതിന്റെ ആൻസർ കിട്ടി. എത്രയാണ്? 30യുടെ ഓപ്പോസിറ്റ്. 30യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണത്? 2. ഇതിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a playing ground, 2 students are standing on the 2 sides of a flag post. ഇതൊരു ഫ്ലാഗ് പോസ്റ്റ് നിൽക്കുകയാണ്. ആ ഫ്ലാഗ് പോസ്റ്റ് ഇതാണ് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ. നമ്മൾ ഏണിയുടെ ക്വസ്റ്റ്യൻ ചെയ്തു, ഇതാണ് ചോദിക്കപ്പെടാറുള്ള അടുത്ത ടൈപ്പ് ചോദ്യം. അതെങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ നമ്മളത് ചെയ്ത് നോക്കാം. ഫ്ലാഗ് പോസ്റ്റ് തന്നിട്ടുണ്ട്. ആ ഫ്ലാഗ് പോസ്റ്റിന്റെ നമുക്ക് ആ ഫ്ലാഗ് പോസ്റ്റ് ഇങ്ങനെ വരയ്ക്കാമെങ്കിൽ ആ ഫ്ലാഗ് പോസ്റ്റിന്റെ രണ്ട് സൈഡിലായിട്ട് 2 കുട്ടികൾ നിൽക്കുകയാണ്. 2 സൈഡിലായിട്ട് 2 കുട്ടികൾ നിൽക്കുകയാണ്. 2 sides of flag post perpendicular to the ground. Okay, perpendicular 90 degree to the ground. Such a way that the students and the flag post are on the same line. Students ഉം flag post ഉം എല്ലാം ഒരേ ലൈനിലാണ് നിൽക്കുന്നത്. The first student sees the top of the flag at an angle of elevation. എന്താണ്? മേളിലേക്കുള്ള കോണിനെയാണ് എലിവേഷൻ എന്ന് പറയുന്നത്. താഴത്തേക്ക് നോക്കുമ്പോൾ ഉള്ളതാണ് ഡിപ്രഷൻ. അപ്പൊ ഇത് താഴെ നിന്ന് മേളിലേക്ക് നോക്കുമ്പോൾ എലിവേഷൻ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയിലാണ് കാണുന്നത്? 35. അപ്പോൾ ഉറപ്പിക്കാം ഇത് 30 60 90 അല്ല, 45 45 90 അല്ല. And the second student see the top of the flag at an angle of elevation 58. Okay, the distance between the student is 30 meters. നമുക്ക് ഈ ടൈപ്പിലുള്ള ചോദ്യത്തിൽ ഇവർ ഒരിക്കലും മജോറിറ്റി ക്വസ്റ്റ്യൻസിലും ഇവർ എന്ത് തരില്ല? ഫിഗർ തരില്ല. നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യേണ്ടത്? വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. സോ ഡ്രോ എ റഫ് സ്കെച്ച് ആൻഡ് മാർക്ക് ദ ഗിവൺ മെഷേഴ്സ്. റഫ് സ്കെച്ച് വരച്ചിട്ട് മെഷർ എന്താണ് അടയാളപ്പെടുത്താനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ഫ്ലാഗ് പോസ്റ്റ്. ഹൈറ്റ് ഓഫ് ദ ഫ്ലാഗ് പോസ്റ്റ്. ഫ്ലാഗ് പോസ്റ്റിന്റെ ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ക്ലൂസ് തന്നിരിക്കുന്ന sin 35 തന്നിട്ടുണ്ട്, cos 35 തന്നിട്ടുണ്ട്, tan 35 തന്നിട്ടുണ്ട്, sin ഇത് ഏതെങ്കിലും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫ്ലാഗ് പോസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അത് നമുക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഫ്ലാഗ് പോസ്റ്റിന്റെ ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ വരാം. ഒരു റിവറിന്റെ ഒത്ത സെന്ററിൽ അല്ലെങ്കിൽ റിവറിന്റെ ഭാഗത്തായിട്ട് ഒരു ഒഴുകുന്ന നദിയുടെ സെന്ററിലായിട്ട് ഒരു ഫ്ലാഗ് പോസ്റ്റ് ഉണ്ടെന്ന് പറയാം. ആ ഫ്ലാഗ് പോസ്റ്റിൽ നിന്ന് നദിയുടെ 2 വശത്തേക്കും വള്ളി വലിച്ചു എന്നൊക്കെ പറയാം. ഇത് നദി. ആ നദിയുടെ എവിടെയോ സെന്ററിലാകുമ്പോൾ ഈ ലെങ്തും ഈക്വൽ ആവുന്നേ ഉള്ളൂ. നദിയുടെ അല്ലെങ്കിൽ കറക്റ്റ് പോയിന്റ് അവർ തരില്ല. നദിയുടെ ഒരു ഭാഗത്തായിട്ടായാലും ഒരു എന്തുണ്ട്? ഫ്ലാഗ് പോസ്റ്റ് ഉണ്ട്. അതിന്റെ 2 സൈഡിലേക്കും നദിയുടെ 2 അറ്റത്തേക്കും അതിനെ വലിച്ചു കെട്ടി. അങ്ങനെയാണെങ്കിൽ എത്രയാണ് നദിയുടെ നീളം? അങ്ങനെയൊക്കെ ഈ ഫ്ലാഗ് പോസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് വരാം.
ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലായി. ഈ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടില്ല? കുട്ടികളുടെ നീളം തന്നിട്ടില്ല. കുട്ടികളുടെ നീളം തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അത് കൂടെ അടയാളപ്പെടുത്തണമായിരുന്നു. പക്ഷെ ഇവിടെ കുട്ടികളുടെ നീളം തന്നിട്ടില്ല, സോ അതിന്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഫ്ലാഗ് പോസ്റ്റ്. ഇവിടെ നിന്നൊരു കുട്ടി നോക്കുന്നു. ഞാനിവിടെ കുട്ടീന്റെ റെപ്രസെന്റ് ചെയ്യാത്തതിന്റെ കാരണം ഇവിടെ അതിന്റെ ആവശ്യമില്ല, അവന്റെ നീളം തന്നിട്ടില്ല. ഇതാണ് നമ്മുടെ ഫ്ലാഗ് പോസ്റ്റ്. ഇത് ഒരു കുട്ടി നോക്കിയ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ, ഇത് വേറൊരു കുട്ടി നോക്കിയ ആംഗിൾ ഓഫ് എലവേഷൻ. ഒരാൾ നോക്കിയത് 35ഉം വേറൊരാൾ നോക്കിയത് 58ഉം. ഇത് ഇയാൾ നോക്കിയത് 38 അല്ലേ, 38ഉം 35ഉം 58ഉം ആണ്. 35 ഡിഗ്രിയും 58 ഡിഗ്രിയും ആണ് നമ്മുടെ രണ്ട് ആംഗിൾസ് ഇവിടെ തന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ആണ് ഞാൻ പറഞ്ഞത് ആദ്യം 30 60 90 ഉണ്ടോ എന്ന് നോക്കുക, ഇവിടെ ഇല്ല. രണ്ടാമത് 45 45 90 ഉണ്ടോ എന്ന് നോക്കുക, ഇല്ല. അടുത്തതായിട്ട് നമ്മൾ എങ്ങോട്ടേക്ക് പോകണം? ഇക്വേറ്റിംഗ് മെത്തേഡിലേക്ക് പോകണം. ഇക്വേറ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ രണ്ട് ത്രികോണമാണുള്ളത്. ആ രണ്ട് ത്രികോണത്തിലും കോമൺ ആയിട്ടുള്ള സൈഡ് ഇതാണ്. ഈ ഒരു 90 ഡിഗ്രി ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇതാണ് കോമൺ സൈഡ്, ഈ 90 ഡിഗ്രി ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇതാണ് കോമൺ സൈഡ്. അപ്പൊ കോമൺ സൈഡിലേക്ക് ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമുക്ക് ഈ ഒരു ലെങ്തിനെ എന്തെന്ന് വിളിക്കാം? എ. നമുക്ക് മാത്രമല്ല ഇവിടെ രണ്ട് കുട്ടികൾ തമ്മിലുള്ള ദൂരം തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സ്റ്റുഡൻസ് ഈസ് എത്ര? 30 മീറ്റേഴ്സ്. അപ്പൊ നമുക്കറിയാം ഇത് ഫുള്ള് 30, രണ്ട് കുട്ടികൾ തമ്മിലുള്ള ദൂരം 30. ഞാൻ ഇതിനെ എ എന്ന് വിളിച്ചാൽ ഇതിന് ഉറപ്പായിട്ടും 30 മൈനസ് എ എന്ന് വിളിക്കണം. കാരണം 30 മൈനസ് എയും കൂടെ കൂട്ടുമ്പോൾ 30 മൈനസ് എയും കൂടെ കൂട്ടുമ്പോൾ എന്ത് തന്നെ കിട്ടും? മൈനസ് എയും പ്ലസ് എയും വെട്ടിപ്പോയിട്ട് നമുക്ക് 30 തന്നെ കിട്ടും. സോ ഇതിന്റെ ടോട്ടൽ ലെങ്ത് 30 ആണ്. ഇതിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 30. സോ ഇത് 35, ഇത് 58, ഇത് x. ഞാൻ അത്ര എടുത്തു, അതൊക്കെ വരച്ചു. പിന്നെ ഇതിന്റെ ലെങ്ത് 30 ആണ്. സോ ഇത് a ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 30 മൈനസ് a ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ത്രികോണം കൺസിഡർ ചെയ്തിട്ട് അതിനെ കോമൺ സൈഡിലേക്ക് ഇക്വേറ്റ് ചെയ്തെടുക്കുക. ഈ ത്രികോണത്തിൽ നിന്നും ഈ ത്രികോണത്തിലേക്ക് നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം, അപ്പൊ മനസ്സിലാവും. സോ ഇവിടെ നിന്ന് എടുക്കേണ്ട tan 35 ഈക്വൽ ടു ഓപ്പോസിറ്റ് എത്ര? 35ന്റെ x ഡിവൈഡഡ് ബൈ a. അതുപോലെ ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അതിൽ നിന്ന് നമുക്ക് x ന്റെ ഇക്വേഷൻ ആണല്ലോ വേണ്ടത്. x is equal to tan 35 into a. കാരണം കോമൺ സൈഡിലേക്കാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് എന്ത് പറ്റില്ല? 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഇല്ല, 45 45 90 ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഇക്വേറ്റിംഗ് മെത്തേഡ് ആണ്. സോ ഞാൻ ഇതിനെ x എന്ന് എടുത്തു, ഇത് x എന്ന് എടുത്തു. സോ tan 35 എടുത്തു, ഓപ്പോസിറ്റ് ബൈ adjacent. ഓപ്പോസിറ്റ് x 35 ന്റെ x ഉം adjacent a ഉം ആണ്. സോ x is equal to tan 35 into a. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് ഞാൻ വിളിച്ചു. അടുത്ത ഞാൻ tan 55 എടുക്കണം. ഓപ്പോസിറ്റ് എത്രയാണ്? x. adjacent എത്രയാണ്? 30 minus a. സോ അവിടെ നിന്ന് എനിക്ക് x എത്രയാണ് എടുക്കാൻ പറ്റുന്നത്? ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇൻടു ആവും. tan 58 into എത്ര വരും? 30 minus a എന്ന് വരും. tan 58 into 30 minus a എന്ന് വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ x എന്ന് പറയുന്നതാണല്ലോ രണ്ട് ത്രികോണത്തിന്റെ കോമൺ സൈഡ്. ആ കോമൺ സൈഡിന്റെ വാല്യൂസ് tan 35 tan 58 യൂസ് ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി tan 35 ഇവിടെ ഇതിനെ നമുക്ക് 3 എന്ന് വിളിക്കാം, ഇതിനെ 4 എന്ന് വിളിക്കാം. ഓക്കേ, മൂന്നാമത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ, നാലാമത്തെ ഇക്വേഷനിലും ഇടത്തെ സൈഡിൽ x ഉണ്ട്. ഇടത്തെ സൈഡ് സെയിം ആണെങ്കിൽ വലത്തെ സൈഡും സെയിം ആയിരിക്കണം. ആൻസറിൽ എത്താറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? tan 35a is equal to tan 58 into 30 minus a എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ tan 35a equals ഇവിടെ നമുക്ക് അറിയാം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇൻടു വേണം. അപ്പൊ എന്ത് വരും? tan 58 into 30, പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് tan 58 into a. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ മൈനസ് tan 50 ഇവിടെ a ഉണ്ടല്ലോ, ആ a ഉള്ള ടെൻസിനെ ഒന്നിച്ചു കൊണ്ടുവരണം. ഇവിടെ tan 35a ആണ്, ഇവിടെ tan 58a ആണ്. അപ്പൊ tan ഉള്ള ടെൻസിനെ ഒന്നിച്ചു കൊണ്ടുവരുമ്പോൾ
tan 35a മൈനസ് tan 58a ഈസ് ഈക്വൽ ടു, ഈ മൈനസ് ആയിരുന്നല്ലോ, അപ്പം ഇപ്പുറത്തെ സൈഡിലേക്ക് tan 58 നെ കൊണ്ടുപോകുമ്പോൾ എന്തായി, പ്ലസ് tan 58a ഈക്വൽ ടു ഇവിടെ എന്താ ഉള്ളത്, tan 58 into 30. ഇങ്ങനെ എഴുതിയതിനു ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. അതിനുവേണ്ടിയുള്ള ക്ലൂസ് അവർ തന്നിട്ടുണ്ട്. ക്ലൂസ് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. tan 35 എന്ന് പറയുന്നത് എത്രയാണ് ഇവർ തന്നിരിക്കുന്നത്, tan 35 0.7. സോ 0.7 into a പ്ലസ് tan 58 എത്രയാണ് തന്നിരിക്കുന്നത്, tan 58 0.6 എന്താണുള്ളത് a ഈക്വൽസ് അടുത്ത തന്നിരിക്കുന്ന tan 58 ഓൾറെഡി നമ്മൾ നോക്കി എത്രയാണ് 0.6 into 30. 0.6 into 30 ഒന്നുമില്ല, രണ്ട് ത്രികോണങ്ങളിൽ നിന്ന് x ന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിനെ ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. tan 35 എടുത്തു, അതിന്റെ വാല്യൂ x by a, tan 58 എടുത്തു, x by 30 minus a. x കണ്ടുപിടിക്കാൻ ഇത് രണ്ടും ഇൻടു ചെയ്യണം, ഇവിടെ x കണ്ടുപിടിക്കാൻ ഇത് രണ്ടും ഇൻടു ചെയ്യണം. അങ്ങനെ നമ്മൾ ഇൻടു ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഉള്ളൂ. അങ്ങനെ ഇൻടു ചെയ്തു വെച്ചു. ഈ x ഉം കൂടെ എന്ത് ചെയ്തു, ഇക്വേറ്റ് ചെയ്തപ്പോൾ tan 35 is equal to എന്തിനോട് തുല്യമാ, tan 58 into 30 minus a ക്ക് തുല്യമാ. കാരണം ഇതിന്റെ രണ്ടിന്റെയും സൈഡ് x കളാണ്, അത് ഈക്വൽ ആണ്. അപ്പോൾ ഇത് ഈക്വൽ ആയേ മതിയാവും. tan 35 is a is equal to tan 58 into 30 minus tan 58 into a മൈനസ് എന്നിട്ട് ഈ മൈനസ് tan 58 എങ്ങോട്ട് കൊണ്ടുവന്നു, tan 35 യുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പ്ലസ് tan 58 a ആയി ഈക്വൽ ടു ബാക്കിയുള്ളത് എന്താണ് അവിടെ, tan 58 into 30. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. tan 35 യുടെ വാല്യൂ 0.7 into a, tan 58 ന്റെ വാല്യൂ 0.6 into a, tan 58 ന്റെ വാല്യൂ 0.6 into 30. ഇനി 0.6 ഉം 0.7 ഉം 6 6 12 12 1 13. അപ്പോൾ ഇത് എത്ര വരും, 1.3a is equal to ഇവിടെ 0.6 into 30 അല്ലേ, ഈ 30 യുടെ ഇവിടെ 3 into 10 അല്ലേ, ആ 10 ഉപയോഗിച്ച് ഞാൻ ഇങ്ങനെ 6 ആക്കിയാൽ 6 into 3 എത്രയാ, 18. സോ 1.3a is equal to 18. a is equal to 18 divided by 1.3 എന്ന് വരും. 18 divided by 1.3. നമുക്കറിയാം ഇതിനെ 13 ആക്കണമെങ്കിൽ into 10, ഇതിനെ അപ്പോൾ ഇവിടെ 10 ചെയ്താൽ ഇവിടെയും 10 വേണം. സോ ആൻസർ ഈസ് 180 by 13. 180 by 13 എന്ന് കിട്ടി. ഏതിന്റെ വാല്യൂ ആ, a യുടെ വാല്യൂ 180 by 13. ഇവിടെ ഇത് ഡിവൈഡ് ചെയ്തില്ലെങ്കിലും കുറ്റമില്ല, കാരണം നമ്മളോട് ഒരിക്കലും ഫ്ലാഗും സ്റ്റുഡന്റും തമ്മിലുള്ള ദൂരം ചോദിച്ചിട്ടില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തേ ഉള്ളൂ, കാൽക്കുലേറ്റ് ഹൈറ്റ് ഓഫ് ഫ്ലാഗ് പോസ്റ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഈ a ആണ്. a കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്തെടുത്താൽ മതി, tan 35 is equal to x by a അല്ലേ, അതിന്റെ അകത്ത് a നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാ, 180 by 30 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തെടുത്താൽ മതി, ഈ a ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണം. ഇവിടെ tan 35 is equal to tan 35 is equal to ഓപ്പോസിറ്റ് എത്രയാണ്, x divided by adjacent എത്രയാണ്, a. tan 35 ന്റെ വാല്യൂ നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, tan 35 is equal to 0.7. 0.7 is equal to x divided by a എന്നുള്ളത് അപ്പുറത്തേക്ക് വരുമ്പോൾ a into a ആകും അല്ലെ. x is equal to എത്രയെന്ന് വരും, a into 0.7. ഓക്കെ, a എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി, നമ്മൾ കണ്ടുപിടിച്ചു 180 by 13 into 0.7. ഓക്കെ, 180 അതിലെ ഈ 0 അതായത് 10 18 into 10 ആണ്. ആ 10 ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുത്തപ്പോൾ ഇത് 7 ആയി. സോ ആൻസർ ഈസ് 18 into 7 by 13. 18 into 7 by 13 എന്ത് ചെയ്താൽ മതി, 18 into
7 ചെയ്തിട്ട് അതിനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. 18 × 7/13 ആണ് ഏതിന്റെ ഈ ഫ്ലാഗ് പോസ്റ്റിന്റെ നീളം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ ചെയ്തത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളോട് കുട്ടികളുടെ കാര്യം പറഞ്ഞിരിക്കുന്നു. 2 കുട്ടികൾ ഒരു ഫ്ലാഗ് പോസ്റ്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നിൽക്കുകയാണ്. ഒരാൾ 35 ഡിഗ്രിയിൽ ഇതിന്റെ ടോപ്പ് കാണുന്നു, ഒരാൾ 58 ഡിഗ്രിയിൽ ഇതിന്റെ ടോപ്പ് കാണുന്നു. ഈ കോമൺ ആയിട്ടുള്ള ഈ ഒരു ഫ്ലാഗ് പോസ്റ്റിലേക്കാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത്. അതിന് ഞാൻ x എന്നെടുത്തു. അതുപോലെ തന്നെ ഈ 2 ദൂരവും കുട്ടികൾ നിൽക്കുന്ന തമ്മിലുള്ള ദൂരം 30 എന്നാണ് തന്നിരിക്കുന്നത്. ആ 30 തന്നിരിക്കുന്നതിന്റെ അകത്ത് ഇതിനെ a എന്നെടുത്താൽ മറ്റേത് എത്രയാണ്? ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത് എത്രയാണ്? 30 - a. കാരണം aയും 30 - aയും കൂടെ കൂട്ടുമ്പോൾ aയും aയും കൂടെ എന്ത് ചെയ്യും? ക്യാൻസൽ ആയിട്ട് 30 കിട്ടിക്കോളും. tan 35 എടുത്തു x/a, tan 58 എടുത്തു x/30 - a. രണ്ടിൽ നിന്നും x കണ്ടുപിടിച്ചു. x നെ പരസ്പരം ഇക്വേറ്റ് ചെയ്തു. x നെ പരസ്പരം ഇക്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇടത്തെ സൈഡ് ഈക്വൽ ആകുമ്പോൾ tan 35a എത്രയോട് തുല്യമായിരിക്കും? tan 58 × 30 - a ക്ക് തുല്യമായിരിക്കും. അത് നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ച് a യുടെ വാല്യൂ കണ്ടുപിടിച്ചു. എന്നിട്ട് അവസാനം ഈ ഒരു ട്രയാങ്കിളിലേക്ക് ചെന്ന് എന്ത് ഇട്ട് കൊടുത്തു? a യുടെ വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ അറിയാത്ത x നമുക്ക് കിട്ടി. ഓക്കെ, ഇത്രയാണ് ചെയ്യേണ്ടത്. x ന്റെ വാല്യൂ എന്ന് പറയുന്നത് 18 × 7/13. 18നെ 7 കൊണ്ട് ഗുണിച്ചിട്ട്, ഇതൊരു വലിയ കണക്ക് വരുന്നതുകൊണ്ട് ഞാൻ അത് ബാക്കി ചെയ്യുന്നില്ല, ടൈം കളയുന്നില്ല. 18 × 7 ചെയ്യുക ഡിവൈഡഡ് ബൈ 13 ചെയ്താൽ നമുക്ക് എന്തായി? ആൻസർ ആയി. ഇനി അതിന്റെ ആൻസർ വേണമെന്നുണ്ടെങ്കിൽ 18 ഡിവൈഡഡ് ബൈ 13 ചെയ്യുമ്പോൾ ഒരു 13 എത്രയാണ്? 13. സോ ബാക്കി വരുന്നത് 5. 5 ഇല്ല, അപ്പൊ 50 ആക്കി. 50 ആക്കുമ്പോൾ പോയിന്റ് ഇട്ട് കൊടുക്കണം. 13, 26, 39 അപ്രോക്സിമേറ്റ്ലി 1.3 എന്ന് കിട്ടും നമുക്ക്. 18 × 13 എന്ന് പറയുന്നത് 1.3 എന്ന് കിട്ടി. എന്ത് ചെയ്യണം ഇനി അടുത്തത്? 1.3നെ എന്തുകൊണ്ട് ഗുണിക്കണം? 7 കൊണ്ട് ഗുണിക്കണം. അതായത് 13നെ 7 കൊണ്ട് ഗുണിച്ചിട്ട് എത്ര പോയിന്റ് പുറകോട്ട്? ഒരു പോയിന്റ് പുറകോട്ട് ഇട്ടാൽ മതി. അപ്പൊ 13നെ 7 കൊണ്ട് ചെയ്യുമ്പോൾ 7 × 3 21, 7 × 1 7 × 2 9, 9.1 മീറ്റേഴ്സ് എന്ന് നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടും. അടുത്തതായിട്ട് a child sees the top of a telephone tower at an elevation of 80. elevation എന്ന് പറഞ്ഞാൽ എന്താ? താഴെ നിന്ന് നോക്കുന്നു, മണ്ടയിലേക്കാണ് നോക്കുന്നത്. 80 ഡിഗ്രിയിലാണ് അതിനെ കണ്ടത്. സ്റ്റെപ്പിംഗ് 20 meters back, എന്നിട്ട് ആ നിന്നടത്ത് നിന്ന് 20 മീറ്റർ പുറകോട്ട് ഇറങ്ങി. ഈ സീസ് അറ്റ് ആൻ എലവേഷൻ ഓഫ് 40 ഡിഗ്രി, 40 ഡിഗ്രി എലവേഷനിലാണ് ആ സെയിം എന്തിനെ കണ്ടത്? ടെലിഫോൺ ടവറിനെ കണ്ടത്. ഡ്രോ റഫ് ഫിഗർ, കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ എന്നാണ് ചോദ്യം. അപ്പോ ഇവിടെ കുട്ടിയുടെ നീളം തന്നിട്ടില്ല, സോ കുട്ടീനെ വരയ്ക്കേണ്ട കാര്യമില്ല. ഒരു കുട്ടി, ടെലിഫോൺ ടവർ ഇതായിക്കോട്ടെ, ആ ടെലിഫോൺ ടവറിനെ കുട്ടി കണ്ടത് ആദ്യം എത്ര മീറ്ററിലാണ്? ആംഗിളിലാണ്, 80 ഡിഗ്രി എലവേഷനിലാണ് കുട്ടി ആദ്യം ടെലിഫോൺ ടവറിനെ കണ്ടത്. എന്നിട്ട് എത്ര മീറ്റർ പുറകോട്ട് ഇറങ്ങി? ഇവിടെ നിന്ന് 20 മീറ്റർ പുറകോട്ട് ഇറങ്ങി. ഇത് 20 മീറ്റർ, അതായത് ഇവിടെ നിന്ന് 20 മീറ്റർ പുറകോട്ട് ഇറങ്ങി. ആ കുട്ടി സെയിം ടെലിഫോൺ ടവറിനെ കണ്ടത് എത്ര ഡിഗ്രിയിലാണ്? 20 മീറ്റർ പുറകോട്ട് ഇറങ്ങിയപ്പോൾ കണ്ടത് 40 ഡിഗ്രിയിലാണ്. എത്ര ഡിഗ്രിയിലാണ്? 40 ഡിഗ്രിയിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോടുള്ള ചോദ്യം, ഡ്രോ ദ റഫ് ഫിഗർ. നമ്മൾ റഫ് ഫിഗർ വരച്ചു. കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ, ടവറിന്റെ ഹൈറ്റ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചോദ്യം വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു ഐസോസെലസ് ലൈൻ 30 60 90 ഇല്ല, 45 45 90 ഐസോസെലസ് ഇല്ല. വേറെ ഏതെങ്കിലും ഐസോസെലസ് ട്രയാങ്കിൾ കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യണം. ഞാൻ അത് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നോക്കിക്കോ, ഇതൊരു ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൽ ഇത് 80, ഇത് 90. അപ്പോ 80 90 ആണെങ്കിൽ ഇത് വരേണ്ടത് എത്ര ഡിഗ്രി ആണ്? 100 അല്ല, 110 അല്ല, 100 ഡിഗ്രി. 100 80 180 ഇപ്പൊ കൂടിപ്പോയി. അപ്പോൾ 100 അല്ല, എത്രയാണ് വരേണ്ടത്? സോറി, ഒരു ട്രയാങ്കിളിൽ ഫുള്ള് 180 അല്ല വരേണ്ടത്. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഓക്കെ നോക്കിക്കേ, 80 ഡിഗ്രി ആദ്യം കണ്ടു. അവിടെ 20 മീറ്റർ പുറകോട്ട് ഇറങ്ങിയപ്പോൾ 40 ഡിഗ്രിയിൽ കണ്ടു. ആദ്യം 80 ഡിഗ്രിയിൽ കണ്ട സാധനം 20 മീറ്റർ പുറകോട്ട് ഇറങ്ങിയപ്പോഴാണ് 40 ഡിഗ്രിയിൽ കണ്ടത്. ഇനി നോക്കിക്കേ, 80 90 എത്രയാ? അപ്പോൾ ഇവിടെ ഒരു 10 ഡിഗ്രിയും കൂടെ മതി അല്ലെ? 10ഉം 80ഉം എത്രയാ? 90. 90 90 180. ഇത് ഐസോസെലസ് ആണോ? അല്ല. ഇവിടെ നമുക്ക് 3 ത്രികോണങ്ങളാണ് കാണാൻ പറ്റുന്നത്. ഇതൊരു ത്രികോണം, ഏതാണ്? ഈ ഒരു ട്രയാങ്കിൾ, ഈ വലിയ ഒരു 90 ഡിഗ്രി ട്രയാങ്കിൾ, പിന്നെ 90 അല്ലാത്ത ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടോ? 2 ട്രയാങ്കിൾ എല്ലാവരും ശ്രദ്ധിക്കും. ഏതൊക്കെയാ?
ഈ ഒരു 90 ഡിഗ്രി ട്രയാങ്കിളും ഈ ഒരു 90 ഡിഗ്രി ട്രയാങ്കിളും, ചെറിയ 90 ഡിഗ്രിയും വലിയ 90 ഡിഗ്രിയും എല്ലാവരും ശ്രദ്ധിക്കും. പക്ഷെ അവിടെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതാണ് ഇത്. ഞാനത് വേറൊരു മഷീനിൽ കാണിച്ചു തരാം. ഇത് 40. എടാ ഇതൊരു ലീനിയർ പെയർ അല്ലേ? ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ ഇത് 80 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇത് 100 ആയിരിക്കും. എത്രയായിരിക്കും? 100. സോ 100 80 180. അപ്പോൾ ഇത് ലീനിയർ പെയർ ആയ. ഇനി ഈ ഒരു ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിളാ? ഇങ്ങനെ തന്നിരിക്കുന്ന ഈ ട്രയാങ്കിൾ ഇത് 40 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് 100 ആണെന്ന് നമ്മൾ കിട്ടി. 100 40 140. ഇത് എത്ര ആയിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 40. ചുരുക്കം പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഫിഗർ ആണ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ ഒന്ന് നിങ്ങൾ നോക്കിയേക്കുക. കാരണം ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആകാനാണ് മിക്കവാറും സാധ്യത. നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി, പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടി ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ തരാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇത് 40. സോ നമുക്കറിയാം ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ സെയിം ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡുകൾ ഈക്വൽ ആയിരിക്കും. ഇത് 20 ആണെങ്കിൽ ഇതും എത്ര ആയിരിക്കും? 20 ആയിരിക്കും. ഇത് 20 ആണെങ്കിൽ ഇതും 20 ആയിരിക്കും. അപ്പോ ആൻസറിലേക്ക് എത്താറായി. നമ്മൾ ഒറ്റയടിക്ക് ആൻസറിലേക്ക് എത്താറായി. ഇത് 80 കൊണ്ട് ഇത് 10 ആണ്. 80 10 90. അതിന്റെ ആവശ്യമില്ല. ഇത് 90. ഇത് ഐസോസെലസ് ട്രയാങ്കിൾ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ 20 എന്ന് കണ്ടുപിടിച്ചു. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഹൈറ്റ് ഓഫ് ദ ടവർ ആണ്. ഹൈറ്റ് ഓഫ് ദ ടവർ കണ്ടുപിടിക്കാൻ എന്തെടുത്താൽ മതി? ടാൻ. ഇവിടെ ടാൻ എടുക്കണോ? എടുത്തിട്ട് കാര്യമില്ല. ഇവിടെ എന്താണുള്ളത്? ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എടുത്താൽ എന്ത് വരും? സൈൻ എടുക്കാം. സൈൻ എന്ന് പറയുന്നതാണ് ഓപ്പോസിറ്റ്. ഞാൻ ഇതിന്റെ നീളത്തിനെ x എന്ന് എടുക്കുകയാണ്. എന്തെടുക്കുകയാണ്? x. സോ sin x ഈക്വൽ ടു, അല്ലെങ്കിൽ sin 80 ഈക്വൽ ടു, 80 യുടെ ഓപ്പോസിറ്റ് എത്രയാ? x ഡിവൈഡഡ് ബൈ 20. sin 80 ഈക്വൽ ടു ഓപ്പോസിറ്റ് x ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈനിന്റെ ഫോർമുല എന്താണ്? ഓപ്പോ ബൈ ഹൈപ്പോ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? x. ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 20. സോ sin 80 എന്തായാലും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. sin 80 ക്വസ്റ്റ്യൻ തരും. എന്തായാലും നമുക്ക് തരേണ്ടതാണ്. ഞാനിതിപ്പോ ക്രോപ്പ് ചെയ്തെടുത്തപ്പോ കിട്ടാതിരുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? sin 80 വാല്യൂ ഇട്ട് കൊടുക്കുക. ഇപ്പോ ഇൻ കേസ് sin 90 വാല്യൂ 1 ആണ്. ഞാൻ sin 80 ഈ ക്വസ്റ്റ്യൻ ഞാൻ ക്രോപ്പ് ചെയ്തെടുക്കാൻ വിട്ടുപോയതുകൊണ്ട് ഞാൻ sin 90 വാല്യൂ 1 ആണ്. sin 90 വാല്യൂ 1 ആണ്. അതിന്റെ ഏറ്റവും അടുത്തുള്ള വാല്യൂ 0.9 എടുക്കുന്നു. ഈക്വൽ ടു x ബൈ 20 ആണെങ്കിൽ x എത്രയായിരിക്കും? 0.9 ഇൻറ്റു 20. ഈ 20യുടെ 10, 2 ഇൻറ്റു 10 എന്നുള്ള ആ 10 ഞാൻ ഈ 9 കൊടുക്കുമ്പോൾ ഇത് 9 ആകും. 9 ഇൻറ്റു 2 അപ്രോക്സിമേറ്റ്ലി 18 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഏതിന്റെ നീളമാണ്? ഇതിന്റെ നീളം 18 മീറ്റേഴ്സ് എന്ന് കിട്ടും. സിമ്പിൾ ചോദ്യമായിരുന്നു. നമ്മൾ എന്ത് നോക്കിയാൽ മതി? ഈ ട്രയാങ്കിൾ ഐസോസെലസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇനി ഈ ത്രികോണത്തിൽ ഐസോസെലസ് ഇല്ലായിരുന്നു എന്ന് വെച്ചോ, എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നമ്മൾ ആദ്യം ഈ 40 എന്ന് പറയുന്ന ആംഗിൾ ഉപയോഗിച്ചിട്ട് ഈ 90 ഡിഗ്രി ട്രയാങ്കിൾ അതിന്റെ അകത്ത് പോയി എന്ത് ചെയ്യും? sin 40 അല്ലെങ്കിൽ tan 40 അപ്ലൈ ചെയ്ത് എന്ത് കണ്ടുപിടിക്കും? ഈ കോമൺ സൈഡ് നോക്കിയാൽ ഈ രണ്ട് ട്രയാങ്കിളിൽ ഇത് വലിയൊരു ത്രികോണം, ഇത് ചെറിയൊരു ത്രികോണം. ഈ വലിയ ത്രികോണത്തിലും ഈ ചെറിയ ത്രികോണത്തിലും കോമൺ ആയിട്ടുള്ള സൈഡ് ഇതാണ്. അതിലേക്ക് ഇക്വേറ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ തൊട്ട് മുമ്പുള്ള ചോദ്യം ചെയ്ത പോലെ ഇത് ചെയ്തു വരേണ്ടതാണ്. പക്ഷേ ഇവിടെ ഇത് ഐസോസെലസ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വരച്ചെടുത്തിട്ട് ഇത് ഐസോസെലസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്താൽ ഇത് ഒറ്റയടിക്ക് 20, ഇത് എത്രയാവും? 20 ആവും. ഇനി ഐസോസെലസ് അല്ലെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഇതിവിടെ 50 ഡിഗ്രി എന്നൊക്കെ ആയിരുന്നു തന്നിരുന്നതെങ്കിൽ ഇതൊരിക്കലും ഐസോസെലസ് ആവില്ല. ഇത് 50 ആയിരുന്നുവെങ്കിൽ 50 100 180 ഇത് എത്ര വന്നേനെ? 30 വന്നേനെ. സോ അത് ഐസോസെലസ് ആവില്ലായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട വന്നേനെ? ഈ ത്രികോണത്തിൽ, ഏത് ത്രികോണത്തിൽ? ഇതിപ്പോ ഞാൻ വേറെ ആയിട്ട് വരയ്ക്കുക. 40 ഐസോസെലസ്, അതായത് ഐസോസെലസ് ആയിട്ടല്ല നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ പോകേണ്ടി വന്നേനെ. ഇത് 40 എടുക്കും. ഇത്രയും നീളം ഞാൻ y എന്ന് എടുക്കും. ഇത്രയും നീളത്തിന് ഞാൻ x എന്ന് എടുക്കും. സോ 40 ഡിഗ്രി ത്രികോണത്തിൽ ഇതിന്റെ ഇക്വേഷൻ എന്ത് വരും? 40 ഡിഗ്രി 90 അതുപോലെ തന്നെ ഇത് എത്ര വരും? 50. ഈ ത്രികോണത്തിൽ, വലിയ ത്രികോണത്തിൽ അടിഭാഗം ഈ ബേസ് 20 പ്ലസ് y ആണ്. 20 പ്ലസ് y. ഞാൻ ഇത്രയും നീളത്തിന് y ആ, നമുക്കറിയില്ല, അതുകൊണ്ട് ഞാൻ y എന്ന് എടുത്തു. ഇത് x. എന്നിട്ട് ഞാൻ എന്തെടുത്തേനെ? tan 40 is equal to x by 20 plus y. 20 plus y. അതുപോലെ x is equal to എന്ത് വരും? tan 40 into 20 plus y. ഇത് ഇക്വേഷൻ നമ്പർ 1.
അതുപോലെ തന്നെ ഞാൻ ഇവിടെ രണ്ടാമത്തെ ഈ ചെറിയ ത്രികോണത്തിൽ 80 10 90 എന്നുള്ള ഈ ത്രികോണത്തിൽ tan 80 is equal to ഓപ്പോസിറ്റ് എത്രയാ x ഡിവൈഡഡ് ബൈ എത്രയാണ് അഡ്ജസൻറ്റ് y. അവിടെ y x ന്റെ വാല്യൂ എത്ര വരും? x is equal to tan 80 into y. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തേനെ, ഇവിടെയും x ആണ്. സോ നേരത്തെ ചെയ്ത പോലെ തന്നെ tan 40 ഇവിടെ tan 40 into 20 plus y equals എന്തെന്ന് വന്നേനെ tan 80 into y എന്ന് വന്നേനെ. അതായത് എന്നിട്ട് ഇതിനെ ഓപ്പൺ ചെയ്ത് ഇൻറ്റു ചെയ്യും, വൈയും വൈയുള്ള ടേംസിനെ അടുപ്പിച്ച് കൊണ്ടുപോയിട്ട് കോമൺ എടുത്തിട്ടൊക്കെ ചെയ്ത് വന്ന് അവസാനം ഞാൻ എന്ത് കണ്ടുപിടിച്ചേനെ, ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചേനെ. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഐസോസിലസ് ട്രയാംഗിൾ ആണ് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തു, ആ രീതി ചെയ്തു. കൈറ്റ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്, ഒരു ബിൽഡിംഗിന്റെ ടോപ്പിൽ നിന്ന് ഒരു കുട്ടി പട്ടം പറത്തുകയാണ്. He sees the kite at an end of the stretched thread at an angle of elevation of 50 degree. അതായത് he sees the kite at the end of the stretched thread. ത്രെഡിന്റെ ഏറ്റവും അങ്ങേയറ്റം അവൻ ആ ഒരു പട്ടത്തെ കാണുന്നത് 50 ഡിഗ്രി എലവേഷനിലാണ്, മേൽക്കോണിലാണ്. Another boy is standing at the bottom of the same building. ആ കുട്ടി ഏത് നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ അടിഭാഗത്ത് അല്ലെങ്കിൽ ബോട്ടം ഓഫ് ദാറ്റ് ബിൽഡിംഗിൽ നിൽക്കുന്നവൻ ആ കൈറ്റിനെ കാണുന്നത് എലവേഷൻ ഓഫ് 65 ഡിഗ്രിയിലാണ്. If the length of the thread is 100 meters, ത്രെഡിന്റെ നീളം തന്നിട്ടുണ്ട് 100 ആണെങ്കിൽ find the height of the building എന്നാണ് ചോദ്യം. അപ്പോ ഒരു ബിൽഡിങ്ങിന്റെ പുറത്ത് കയറി ഇവിടെയും കുട്ടിയുടെ നീളം തന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. കുട്ടിയുടെ നീളം തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളത് വരയ്ക്കണം. അപ്പോൾ ഇവിടെ ഒരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന്റെ മണ്ടയിൽ നിന്ന് കുട്ടി എന്ത് ചെയ്യുന്നു, 100 മീറ്റർ ഉള്ള ഒരു ത്രെഡ് ഉപയോഗിച്ച് പട്ടം പറത്തുകയാണ്. അതേ കുട്ടി ആ ഒരു പട്ടത്തെ കാണുന്നത് എത്ര എലവേഷനിലാണ്? കുട്ടി ആ പട്ടത്തെ കാണുന്നത് എത്ര എലവേഷനിലാണ്? അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 50 ഡിഗ്രി എലവേഷനിലാണ് കാണുന്നത്. 50 എലവേഷൻ എന്ന് പറഞ്ഞാൽ മേൽക്കോൾ, ഇവിടെയാണ് കുട്ടി നിൽക്കുന്നത്. ഇനി ആ ഒരു ബിൽഡിങ്ങിന്റെ ബോട്ടം ഭാഗത്ത് നിൽക്കുന്ന കുട്ടി, വേറൊരു കുട്ടി ആ ഒരു പട്ടത്തെ കാണുന്ന എത്ര ഡിഗ്രിയിലാണ്, എത്ര ഡിഗ്രി എലവേഷനിലാണ്? 65 ഡിഗ്രി എലവേഷനിലാണ് പട്ടത്തെ കാണുന്നത്. ഇയാൾ 50 ഡിഗ്രി, ഇയാള് 65. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. ഒരു ടവർ, ആ ടവറിന്റെ ഏറ്റവും മണ്ടയിൽ നിൽക്കുന്ന ഒരു കുട്ടി 100 മീറ്റർ ഉള്ള ഒരു പട്ടം പറപ്പിക്കുകയാണ്. 100 മീറ്റർ ഉള്ള ഒരു പട്ടം പറപ്പിക്കുകയാണ്. എത്ര ഡിഗ്രിയിൽ അതിനെ കാണുന്നു? 50 ഡിഗ്രി മേൽക്കോണിലാണ് അതിനെ കാണുന്നത്. ഇനി 65 ഡിഗ്രി മേൽക്കോണിലാണ് വേറൊരു കുട്ടി കാണുന്നത്. ആ പട്ടം എവിടെ നിന്ന് നോക്കുമ്പോൾ വേറെ ഒരു ബിൽഡിങ്ങിന്റെ ബോട്ടത്തിൽ നിന്ന് നോക്കുന്ന കുട്ടി ആ ഇതിനെ കണ്ടത്, പട്ടത്തെ കണ്ടത് 65 ഡിഗ്രി മേൽക്കോണിലാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് 100 മീറ്റർ ആണെങ്കിൽ, ഏത് പട്ടത്തിന്റെ നീളം 100 മീറ്റർ ആണെങ്കിൽ, പട്ടം പറപ്പിക്കുന്നത് ബിൽഡിങ്ങിന്റെ മണ്ടയിലുള്ള കുട്ടിയല്ലേ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ മീറ്റർ 100 ആയിട്ട് എടുക്കുന്നു. അല്ലാതെ ഇത് 100 അല്ല, ആ കുട്ടി ഉപയോഗിക്കുന്ന പട്ടത്തിന്റെ നൂലിന്റെ നീളമാണ് എന്ത്, 100 മീറ്റർ. പട്ടം പറത്തുന്നത് എവിടെയാ? ടോപ്പ് ഓഫ് ദ ബിൽഡിംഗിൽ നിന്നാണ്. അതുകൊണ്ട് ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് പട്ടത്തിലേക്കുള്ള, എവിടെയാണ് പട്ടം നിൽക്കുന്നത്, ആ പട്ടത്തിലേക്കുള്ള ദൂരം 100 മീറ്റർ. ഈ ബിൽഡിംഗ് ടോപ്പിൽ നിന്ന് 100 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ത്രെഡ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഇനി നോക്കണം, 30 60 90 ഉണ്ടോ? ഇല്ല. 45 45 90 ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള അടുത്ത ഓപ്ഷൻ ഐസോസെലസ് ത്രികോണം നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റുമോ? നോക്കാം. ഇത് 50 ഡിഗ്രി ആണെങ്കിൽ, ഇത് 50 ഡിഗ്രി ആണെങ്കിൽ, ഇത് 90 ആണെങ്കിൽ എത്രയാണ്? 50ഉം 90ഉം ആണെങ്കിൽ ഇത് 40 വരും. അതൊരു ഐസോസെലസ് ട്രയാംഗിൾ അല്ല. അടുത്തതായിട്ട് നമുക്കുള്ളത് താഴത്തെ ത്രികോണം. ഇത് 65 ഡിഗ്രി, ഇത് 90, 65 90. അതുപോലെ തന്നെ നമുക്ക് 65ന്റെ കൂടെ 35 കൂട്ടിയാലാണ് എന്ത് വരുന്നത്, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 90. സോ ഇവിടെ കിട്ടിയ ഈ ഒരു രണ്ട് ത്രികോണങ്ങളും 90 ഡിഗ്രി ട്രയാംഗിളും എന്തല്ല, ഐസോസെലസ് ട്രയാംഗിളുകൾ അല്ല. സോ ഏത് മെത്തേഡാണ് ഇവിടെ ഏറ്റവും ഉചിതം? ഇക്വേറ്റിംഗ് മെത്തേഡ്. ഇക്വേറ്റിംഗ് മെത്തേഡിലൂടെ ഇത് ഒറ്റയടിക്ക് ചെയ്യാം. അപ്പോൾ ഇത് 100 മീറ്റർ ആണ്. അതായത് ഞാൻ ഈ ത്രികോണം എടുക്കുന്നു, നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി ഞാൻ രണ്ട് ഫിഗേഴ്സ് ആയിട്ട് അതിനെ മാറ്റി. 65 ഉള്ള ഈ ത്രികോണം, വലിയ ത്രികോണം ഇത്
ചെറിയതായിട്ടുള്ള ഈ ത്രികോണം ഇത് നോക്കി, ഇത് 100 മീറ്റർ ആണ്. ഞാൻ ഈ ദൂരത്തിനെ x എന്ന് വിളിക്കുകയാണ്. x എടാ അത് ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കിട്ടും. എന്ത്? നമുക്ക് ഈ x കണ്ടുപിടിക്കാൻ പറ്റും. ഏത് ഉപയോഗിച്ചാൽ മതി? ആലോചിച്ച് നോക്കൂ. 50 ആണ് എടുക്കുന്നതെങ്കിൽ 50ന്റെ എന്താണ് x? cos ആണ്. എന്താണ്? cos. cos x is equal to cos അല്ലെങ്കിൽ cos 50 ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ adjacent divided by hypotenuse. adjacent divided by hypotenuse. So cos 50 is equal to adjacent by hypotenuse. cos 50 യുടെ വാല്യൂ ഇവർ എന്തായാലും തന്നിട്ടുണ്ടാവും. cos 50 യുടെ വാല്യൂ 0.64. 0.64. എങ്ങനെയാണ് ഞാൻ cos 50 ആണെന്ന് മനസ്സിലാക്കിയത്? കാരണം 50യുടെ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? അടുത്തുള്ളത് എത്രയാണ്? x. ആ അടുത്തുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് തന്നെ ഉപയോഗിക്കണം? cos 50 ഉപയോഗിക്കണം. cos 50 ഉപയോഗിക്കുമ്പോൾ എന്ത് പറ്റും? adjacent by hypotenuse അല്ലേ? hypotenuse 90 ഓപ്പോസിറ്റ് ഉള്ളത് 100 ആണ് ഇവിടെ. അതുപോലെ തന്നെ cos 50 എന്ന് പറഞ്ഞാൽ adjacent by hypotenuse ആണ്. 50യുടെ adjacent എത്രയാ? x. 50യുടെ hypotenuse എത്രയാ? 100. So cos 50 ഞാൻ അപ്ലൈ ചെയ്തു. 0.64 into 100 is equal to x. നോക്കിക്കേ 0.64 into 100 എത്രയാ? 64. 64 ആണ്. അതായത് 2 പോയിന്റ് മുന്നോട്ട് ഇറക്കിയാൽ മതി. 64 ആണ് എന്ത്? x എന്ന് പറയുന്നത്. സോ ഈ ദൂരം 64 ആണെന്ന് കിട്ടി. അത് 64 ആണെങ്കിൽ നോക്കിക്കേ ലോജിക് അപ്ലൈ ചെയ്തേ. ഇത് എത്ര തന്നെയായിരിക്കും? 64. ഇത് 64 ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി തന്നെയായിരിക്കും? 64 ഡിഗ്രി തന്നെ. സോറി 64 മീറ്റർ ആണെങ്കിൽ ഇത് എത്ര തന്നെ? 64. സോ ഞാൻ ഈ വലിയ ത്രികോണത്തിൽ ഇതിനെ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോ ഈ വലിയ ത്രികോണത്തിൽ ഞാൻ അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എന്നാണ് ചോദ്യം. ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ മൊത്തം നീളം കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഈ ദൂരം കുറച്ചാൽ പോലെ. മൊത്തം നീളം കണ്ടുപിടിച്ചിട്ട് എന്ത് നീളം കുറച്ചാൽ മതി? ഇത്രയും നീളം കുറച്ചാൽ മതി. അപ്പോൾ അതിനെല്ലാം പ്യുവർ ലോജിക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. ഞാൻ ആദ്യം ഈ ഒരു 50 ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്ത് കണ്ടുപിടിച്ചു? ഇത് കണ്ടുപിടിച്ചു. എത്രയാ? x കണ്ടുപിടിച്ചു. ഇനി എനിക്ക് ഞാൻ ഈ ഒരു ലെങ്ത് ആണ് എനിക്ക് വേണ്ടിയിരുന്നെങ്കിൽ എനിക്ക് അതിനെ y എന്ന് പേരിട്ടിട്ട് അതായത് 50 ഉള്ള ഈ ത്രികോണത്തിൽ നിന്ന് ഇതിനെ ഞാൻ y എന്ന് പേരിട്ടിട്ട് ആലോചിച്ച് നോക്കുക. 50യുടെ എന്താണ് y? ഓപ്പോസിറ്റ് ആണ്. സോ ഞാൻ എന്തെടുക്കും? sin 50 എടുക്കും. sin 50 എടുത്താൽ 50ന്റെ ഓപ്പോസിറ്റ് ഏതാണ്? y ഡിവൈഡഡ് ബൈ 100. sin 50യുടെ വാല്യൂ ഇവർ എന്തായാലും തന്നിട്ടുണ്ടാവും. sin 50യുടെ വാല്യൂ 0.76. 0.76 into 100 equal to y. എത്രയെന്ന് കിട്ടും? 76 ആണ് y. y എന്ന് പറയുന്നത് ഇത്രയും നീളം എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? 76 എന്ന് കിട്ടി. സിമ്പിൾ. ഒന്നുകൂടെ പറയാം. ഞാൻ ഈ 50 ഉപയോഗിച്ചുകൊണ്ട് ആദ്യം x കണ്ടുപിടിച്ചു. ഈ 50 ഡിഗ്രി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ y കണ്ടുപിടിച്ചു. കാരണം ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഉള്ളപ്പോൾ നമ്മൾ കോസ് സൈൻ കൊണ്ട് എടുക്കാൻ പറ്റുള്ളൂ. കാരണം കോസിന്റെ അകത്താണ് ഡിനോമിനേറ്ററിൽ ഹൈപ്പോട്ടന്യൂസ് കർണം വരുന്നത്. ഇവിടെയും ഡിവൈഡഡ് ബൈ കർണം. സൈൻ എന്ന് പറഞ്ഞാൽ എതിർ ബൈ കർണം, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ നമ്മൾ y കണ്ടുപിടിച്ചു, x കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പോവാ? ഈ x 64 ആയതുകൊണ്ട് ഇത് 64 ആയിരിക്കില്ലേ? ഞാൻ ഈ വലിയ ത്രികോണത്തിലേക്ക് പോവുക. ഈ വലിയ ത്രികോണത്തിൽ ഞാൻ എന്തെടുക്കും? എനിക്ക് വേണ്ടത് ഓപ്പോസിറ്റ് സൈഡ്. ഇതേതാ? അഡ്ജസന്റ്. സോ ഓപ്പോസിറ്റും ആദ്യം നിങ്ങൾ എന്താണ് വേണ്ടതെന്നുള്ളത് ചിന്തിക്കുക. ഇവിടെ 65ന്റെ എന്താണ് ഈ ടോട്ടൽ? ഓപ്പോസിറ്റ്. 65ന്റെ എന്താണ്? 64. അഡ്ജസന്റ്. സോ നമുക്ക് അവിടെ പറയാം tan 65 ഞാൻ എടുത്താൽ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ വലിയ നീളമാണ്. ആ വലിയ നീളത്തിന് ഞാൻ എന്തെടുക്കുക? ക്യാപിറ്റൽ y എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള പേരുകളിൽ വിളിക്കുക. ഈ വലിയ നീളത്തിന്, ഇത്രയും നീളത്തിന് ഞാൻ y എന്ന് എടുക്കും. ക്യാപിറ്റൽ y ഡിവൈഡഡ് ബൈ 64. എത്രയാണ് നീളം? 64. tan 65ന്റെ വാല്യൂ എന്തായാലും തന്നിട്ടുണ്ടാവും. tan 65ന്റെ വാല്യൂ 2.14. സോ 2.14 into 64 equal to capital Y. നോക്കിയേ ഈ വലിയ y എത്രയാണെന്ന് കിട്ടി? 214 into 64 ചെയ്താൽ മതി. 214 into 64. 4 16. ശിഷ്ടം 1. 4 4 1 5. 4 2 8. 6 4 24. ശിഷ്ടം 2. 6 4 2 8. 6 2 12. സോ
13696 കിട്ടി. എത്ര പോയിന്റ് പുറകോട്ടിടണം? 2. സോ ആൻസർ ഈസ് 136.96 ആണ് ടോട്ടൽ y കിട്ടിയത്. ഈ ടോട്ടൽ y കിട്ടിയത് നമുക്ക് 136.96. നമുക്ക് വേണ്ടത് ബിൽഡിങ്ങിന്റെ നീളം, അതായത് ഇത്രയും നീളം. നോക്കിയേ, ഈ ടോട്ടൽ നീളം നമുക്ക് എത്രയെന്ന് കിട്ടി? 136.96. ഈ സ്മോൾ ലെറ്റർ വൈയുടെ നീളം എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 76. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 136. ബിൽഡിങ്ങിന്റെ നീളം എന്ന് പറയുന്നത്, ബിൽഡിങ്ങിന്റെ നീളം 136.96 നിന്ന് 76 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 60.96. അതായത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 61 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. 7 6 അല്ലേ 13? യെസ്, 60.96 അല്ലെങ്കിൽ 96, അതായത് 61 മീറ്റർ ആണ് ബിൽഡിങ്ങിന്റെ നീളം. ചുരുക്കി പറഞ്ഞാൽ ഈ ചോദ്യം വളരെ സിമ്പിൾ ആയിരുന്നു. ഇവിടെയും വലിയ അധികം പാടൊന്നും വന്നില്ല. ഇവിടെ നമ്മൾ എന്ത് നോക്കിയാൽ മതി? ഈ 50ന്റെ ഞാൻ എന്ത് കണ്ടുപിടിച്ചു? 50 എന്ന് പറയുന്നതിന്റെ കോസ് എടുത്താൽ നമുക്ക് ഈ സൈഡ് കിട്ടും. കോസ് എന്ന് 50ന്റെ അഡ്ജസന്റ് ആണ് ഇത്. ഇത് ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ കോസ് എടുത്താൽ ഇത് കിട്ടും. 50ന്റെ സൈൻ എടുത്താൽ എന്ത് കിട്ടും? ഇത് കിട്ടും. സൈൻ 50 ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഈ y കിട്ടും. ഇനി ഇത് 64 ആണെങ്കിൽ ഇതും 64 ആയിരിക്കും. അപ്പോൾ ഈ 64 ഉപയോഗിച്ചുകൊണ്ട്, 64 മീറ്റർ ഉപയോഗിച്ചുകൊണ്ട്, മാത്രമല്ല ഈ 65 ഡിഗ്രി ആംഗിൾ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ടോട്ടൽ സൈഡിനെ കണ്ടുപിടിക്കാം. ഈ ടോട്ടൽ വലിയ സൈഡ്, കാരണം ഇതൊരു വലിയ ത്രികോണമാണ്. ആ വലിയ ത്രികോണത്തിൽ കണ്ടുപിടിക്കണമെങ്കിൽ 65ന്റെ ഓപ്പോസിറ്റ് ആണ് ഈ വലിയ സൈഡ്. 65ന്റെ ഓപ്പോസിറ്റ് ആണ് ഈ വലിയ സൈഡ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അത് വെച്ച് ഞാൻ ഈ ഒരു ടോട്ടലിനെ ഞാൻ ക്യാപിറ്റൽ Y എന്ന് വിളിച്ചു. അതിൽ നിന്ന് ഞാൻ അതിനെ 136.96 എന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് 76 നിന്ന് അതിനെ കുറച്ചപ്പോൾ എനിക്ക് എത്ര ആൻസർ കിട്ടി? 60.96 എന്ന് കിട്ടി. അടുത്ത ചോദ്യം, എ ബോയ് സ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ബിൽഡിംഗ്സ് ഓഫ് ഈക്വൽ ഹൈറ്റ്. ഒരു ബോയ് രണ്ട് ഈക്വൽ ഹൈറ്റ് ഉള്ള ബിൽഡിംഗ്സിന്റെ, ഞാൻ ആ ഹൈറ്റുകളെ h എന്ന് വിളിച്ചു. രണ്ട് ഈക്വൽ ബിൽഡിംഗ്സ്, അതായത് ഈക്വൽ ഹൈറ്റ് ഉള്ള ബിൽഡിംഗ്സിന് നടുക്ക് ഒരു ബോയ് നിൽക്കുകയാണ്. ആ ബോയും ബിൽഡിംഗും എല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈനിലാണുള്ളത്. ഹി സീസ് ദ ടോപ്പ് ഓഫ് ദിസ് ബിൽഡിംഗ് അറ്റ് ആൻ എലവേഷൻ ഓഫ് 45 and 30. ഭാഗ്യം എന്താണ്? 45 30. അത് കാണുമ്പോൾ അറിയാം, നമ്മുടെ അറിയാവുന്ന ആ കൺസെപ്റ്റ് ഉപയോഗിക്കാനാണ്. ആൻഡ് ദ നിയറസ്റ്റ് ബിൽഡിംഗ് ഈസ് 20 മീറ്റർ അവേ ഫ്രം ഹിം. അതിനർത്ഥം ആ കുട്ടി നിൽക്കുന്നത് ഒത്ത സെന്ററിലല്ല. നിയറസ്റ്റ് ബിൽഡിംഗ് 20 മീറ്റർ അകലെയാണ്. നിയറസ്റ്റ് ബിൽഡിംഗ് എവിടെയാണ്? 20 മീറ്റർ അകലെയാണ് അവനിൽ നിന്ന്. ഡ്രോ എ റഫ് ഫിഗർ ആൻഡ് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ്. നമുക്ക് h കണ്ടുപിടിക്കണം, ഈ ദൂരം കണ്ടുപിടിക്കണം. എടാ, ഏറ്റവും അടുത്ത് ഉള്ള ബിൽഡിംഗ് 20 മീറ്റർ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ദൂരം, അതായത് ഹൈറ്റ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നു, ദൂരം 20 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ആലോചിക്കേണ്ടത്, ദൂരം കൂടുന്തോറും നമ്മൾ ഒരു ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് പോകുമ്പോഴും നമ്മൾ മുകളിലേക്ക് നോക്കുന്ന ആംഗിൾ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഉറപ്പായിട്ടും ഇതാണല്ലോ ഈക്വൽ ഹൈറ്റ്സ് അല്ലേ? ഈ രണ്ട് ബിൽഡിങ്ങിനും ഈക്വൽ ഹൈറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ അവിടെ ലോജിക്ക് പ്രയോഗിക്കണം. അവിടുത്തെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, ഏത് ഡിസ്റ്റൻസ് ആണോ കുറവ്, നമ്മൾ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്താ പറ്റുന്നത്? നമ്മൾ തല കുറച്ചും കൂടെ ഉയർത്തി നോക്കേണ്ടതായിട്ട് വരും. തല കുറച്ചും കൂടെ ഉയർത്തി നോക്കേണ്ടതായിട്ട് വരും. സോ ഇത് 45 ഡിഗ്രി ആണ്, ഇത് 30 ഡിഗ്രി ആണ്. അതായത് ദൂരം കൂടുന്നതിനനുസരിച്ച് എന്ത് കുറഞ്ഞുകൊണ്ടിരിക്കും? ആംഗിൾ കുറഞ്ഞുകൊണ്ടിരിക്കും. ദൂരം കൂടുന്നതിനനുസരിച്ച് 20 മീറ്റർ നിയറസ്റ്റ് ഡിസ്റ്റൻസ് ആണ് 20 എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിയറസ്റ്റ് ബിൽഡിംഗ് ഈസ് 20 മീറ്റേഴ്സ്. അതായത് ഇതാണ് അടുത്ത് വരുന്തോറും എന്ത് പറ്റും? ആംഗിൾ, നമ്മൾ നോക്കേണ്ട ആംഗിൾ കൂടിക്കൊണ്ടിരിക്കും. അകലെ ആകുന്തോറും നമ്മൾ നോക്കേണ്ട ആംഗിൾ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ഇതാണ് നമ്മുടെ സെനേറിയോ. ആ സെനേറിയോ, ആ ഒരു കാര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ, എടാ ഇവിടെയും നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഒരു ഐസോസെലസ് ട്രയാങ്കിൾ തന്നിരിക്കുന്നു. 45 45 90 ട്രയാങ്കിൾ. ആ 45 45 90 ട്രയാങ്കിളില് നമുക്കറിയാം, ഇത് 45 ഇത് 45 ആണെങ്കിൽ നമുക്ക് 1:1:√2 എന്നല്ലേ ഉള്ളത്. 45 45 90 45 45 90 ഒന്നും എടുക്കേണ്ട കാര്യമില്ല സത്യത്തിൽ. കാരണം ഐസോസെലസ് ആണെങ്കിൽ ഇത് 20 ആണെങ്കിൽ ഇതും എത്ര തന്നെയായിരിക്കും? 20 തന്നെയായിരിക്കും. കാരണം 45 45 90 1:1:√2 ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ 45
ന്റെ ഓപ്പോസിറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട് 20. അപ്പോൾ ഇതും എത്ര വരും 20. ഇത് എത്ര വരും 20√2. 90ന്റെ ഓപ്പോസിറ്റ് ഉള്ള ഇത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഈ 45ന്റെ ഓപ്പോസിറ്റ് ഉള്ളത് 245ന്റെ ഓപ്പോസിറ്റ് ഉള്ളത് 20 ആണ് കിട്ടും. ഐസോസെലസ്. സോ ഇത് 20 ഇത് 20. ഇതൊക്കെ നിങ്ങൾ ചെയ്തു പഠിക്കുക. സോ ഇത് 20 ഇത് 20. എടാ ഇത് രണ്ട് ഹൈറ്റിന്റെ നീളം സെയിം ആണ്. ഇത് 20 ആണെങ്കിൽ ഇത് എത്ര തന്നെയായിരിക്കും 20 മീറ്റർ തന്നെയായിരിക്കും. ഇത് 20 മീറ്റർ ആണെങ്കിൽ ഇത് എത്ര തന്നെയായിരിക്കും 20 തന്നെ. സോ ഇത് 20 മീറ്റർ എന്ന് തന്നു. ഇത് 30 ഡിഗ്രി ആണ്. ഇത് 30 ഡിഗ്രി ആണ്. സോ ഇത് ഉറപ്പായിട്ടും 60 ആയിരിക്കും. ഇത് 90 ആയിരിക്കും. 30 60 90 എടുക്കുക. നമ്മൾ ഇതുപോലത്തെ ചോദ്യത്തിൽ, അതായത് ഈ ഉയരം കണ്ടുപിടിക്കാനുള്ള ദൂരം കണ്ടുപിടിക്കാനുള്ള ഈ ദൂരത്തിൽ നമ്മൾ ആലോചിച്ച് പഠിച്ച ഏത് കൺസെപ്റ്റ് ആണോ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളൊരു എന്ത് ചെയ്യണം ആലോചിച്ച് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കിക്കേ 30 60 90 എന്ന് പറയുന്നത് 1:3:2. 1:3:2. 30യുടെ ഓപ്പോസിറ്റ് 20. 1 20 ആയി. അങ്ങനെയാണെങ്കിൽ ഇത് 20√3 ആവും. ഈ 2 എത്രയാവും 2 എല്ലാത്തിനും 20 കൊണ്ട് ഗുണിക്കണം. 1 × 20 ആണ് 20. 20 × √3 20√3. 2 × 20 എത്രയാണ് 40. 2 × 20 എത്രയാണ് 40. സോ 30ന്റെ ഓപ്പോസിറ്റ് എത്രയാവുന്നത് 20. 60ന്റെ ഓപ്പോസിറ്റ് എത്ര വരണം 20√3. ഇത്രയും ദൂരം എത്രയാ 20√3. സോ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ഈസ് ഈക്വൽ ടു 20 മീറ്റർ. രണ്ട് ബിൽഡിംഗും തമ്മിലുള്ള ദൂരം എത്രയാ 20 + 20√3. ഇത്രയും മീറ്റേഴ്സ്. 20 + 20√3 മീറ്റേഴ്സ്. ഈ ചോദ്യം എന്താണ് ചിന്തിച്ച് ചെയ്യുന്നവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. A man standing on the foot of a tower sees the top of a building at 20 meters away at an elevation of 60 degree. A man standing at the foot of a tower. ഒരു ടവറിന്റെ ഫൂട്ടിൽ, അതായത് ഏറ്റവും അടിഭാഗത്ത് ഒരാൾ നിന്നുകൊണ്ട് ടവർ സീസ് ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് 20 meters away. അയാളിൽ നിന്ന് 20 മീറ്റർ അകലെയുള്ള ഒരു ബിൽഡിംഗിലേക്ക് നോക്കി 60 ഡിഗ്രിയിലാണ് അയാൾ ആ ബിൽഡിങ്ങിനെ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യം, നമുക്കറിയില്ല ഈ നോക്കപ്പെടുന്ന ആ ബിൽഡിംഗ് ഈ ബിൽഡിങ്ങിനെ കാട്ടിലും വലുതാണോ ചെറുതാണോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് 60 ഡിഗ്രി ആംഗിളാണ് നോക്കിയത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനുവേണ്ടി അടുത്ത ക്ലൂ അവർ തന്നിരിക്കുന്നത്, ഇയാള് ഇവിടെ നിന്ന് ഈ ബിൽഡിങ്ങിന്റെ മണ്ടയിലേക്ക് കയറി. ഈ മണ്ടയിലേക്ക് കയറിയിട്ട് എലവേഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഉറപ്പാണ് നോക്കപ്പെടുന്ന ആ ബിൽഡിംഗ് വലുതും. ഡിപ്രഷനിലാണ് കണ്ടെങ്കിൽ നോക്കപ്പെടുന്ന ബിൽഡിംഗ് എന്തുമാണ് ചെറുതുള്ളൂ വരത്തുള്ളൂ. നോക്കിക്കോ, ക്ലൈംബിംഗ് ദ ടോപ്പ് ഓഫ് ദ ടവർ ഹി സീസ് അറ്റ് എലവേഷൻ ഓഫ് 40 ഡിഗ്രി. നമ്മളിപ്പോ കണ്ട എല്ലാ ക്വസ്റ്റ്യനിലും എലവേഷൻ ആണ്. അതിനർത്ഥം ഈ നോക്കപ്പെടുന്ന ബിൽഡിംഗ് ഉറപ്പായിട്ടും വലുതായിരുന്നു. അപ്പോ 20 മീറ്റർ അകലെയാണ് ബിൽഡിംഗ് ഉള്ളത്. ഇങ്ങനെ ഇങ്ങോട്ടുള്ള എലവേഷൻ 45, താഴെ നിന്നുള്ള എലവേഷൻ 60. ഇവിടെ എളുപ്പത്തിൽ നമുക്ക് 45 90 ട്രയാങ്കിളും 60 60 90 ട്രയാങ്കിളും ഉള്ളൂ തന്നിട്ടുള്ളൂ. അപ്പൊ അതൊന്ന് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. ഒരു പർട്ടിക്കുലർ എന്ത് തന്നിരിക്കുന്നു ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിന്റെ അടിയിൽ നിന്ന് ഒരു കുട്ടി, ആ കുട്ടിയുടെ നീളം ഒരിക്കലും തന്നിട്ടില്ല. എത്ര ഡിഗ്രി ആംഗിളില് 60 ഡിഗ്രി ആംഗിളില് വേറെ ഒരു ബിൽഡിങ്ങിനെ നോക്കി. ആ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ പോയിട്ട് ഇതിനെ നോക്കിയത് എത്ര ഡിഗ്രി ആംഗിളിലാണ് 45 ഡിഗ്രി ആംഗിളിലാണ്. സോ ഇത് 45 ആണെങ്കിൽ ഈ ചെറിയ ത്രികോണം ഏത് ത്രികോണമാണെന്ന് നമുക്ക് മനസ്സിലായി. 45 45 90 ട്രയാങ്കിൾ. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടി നോക്കുന്ന ആ ഒരു ബിൽഡിങ്ങിലേക്കുള്ള ദൂരം 20 മീറ്റർ ആണ്. അപ്പോൾ അത് 20 ആണെങ്കിൽ ഇത് 20 ആയിരിക്കും. ഇത് ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ, ഇത് 20 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും 20. സോ 20 20. അപ്പോൾ ഇത് 20 ന് കിട്ടി, ഇതും 20 ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് അറിയേണ്ടത്? വളരെ സിമ്പിൾ ആയിട്ട് 60 30 90. ഞാൻ ഈ ത്രികോണമാണ് ഞാൻ ചെറുതായിട്ട് വരയ്ക്കുന്നത്. ഇവിടെ 60, ഇവിടെ 30, ഇവിടെ ഏതാ 30 വരും, ഇത് 90. ഇത് എത്രയാണെന്ന് തന്നിട്ടുണ്ട് 20.
അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം 30:60:90 എന്ന് പറയുന്നത് 1:√3:2. 1:√3:2. 60യുടെ ഓപ്പോസിറ്റ് 30യുടെ ഓപ്പോസിറ്റ് എത്രയാണെന്ന് തന്നിരിക്കുന്നു 20. 1നെ 20 കൊണ്ട് ഗുണിച്ചാൽ ഇത് എത്ര കൊണ്ട് ഗുണിക്കണം 20 കൊണ്ട്. ഇതും 20 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാവും 40. സോ 1ന് ഓപ്പോസിറ്റ് 20, 60ക്ക് ഓപ്പോസിറ്റ് 20√3, 90ക്ക് ഓപ്പോസിറ്റ് 40. എടാ നമുക്ക് എല്ലാം വേണ്ടതെല്ലാം കിട്ടി. ഇത് 20, ഇത് 20. ദാ ഈ ഒരു ടോട്ടൽ ദൂരം നമ്മൾ കണ്ടുപിടിച്ചു 20√3. ഇത്രയും ദൂരം 20. ടോട്ടൽ ദൂരം 20√3. അത് ഈ 60-30-90 ഡിഗ്രിയിൽ നിന്ന് ടോട്ടൽ ദൂരം എത്രയാണെന്ന് കണ്ടുപിടിച്ചു 20√3. 45-90 ഡിഗ്രി ട്രയാങ്കിളിൽ നിന്ന് ഇത്രയും ദൂരം എത്രയാണെന്ന് കണ്ടുപിടിച്ചു 20. നമുക്ക് ഇനി ആ കുട്ടി കയറി നിന്ന ബിൽഡിങ്ങിന്റെ നീളം അറിയണമെങ്കിൽ 20√3 നിന്ന് എത്രയിൽ നിന്ന് 20√3 നിന്ന് എന്ത് കുറച്ചാൽ മതി? 20√3 ആണല്ലോ ടോട്ടൽ. 20√3 നിന്ന് എന്ത് കുറച്ചാൽ മതി? സിമ്പിൾ. എന്ത് കുറച്ചാൽ മതി? ഇതാ ഇവിടെ ഉള്ള ഈ 20 കുറച്ചാൽ മതി. 20√3 - 20 ആണ് ഇതിന്റെ ഈ കുട്ടി നിന്ന ആ ഒരു കുട്ടി കയറി നിന്ന ആ ഒരു ബിൽഡിങ്ങിന്റെ നീളം എത്രയാണ്? 20√3 - 20. ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവർ എന്ത് ചെയ്താൽ മതി? √3 √2 വാല്യൂ കാണാൻ പഠിച്ചു നോക്കണം. √3 1.7 അല്ലെങ്കിൽ 1.7 എന്നിടുക. √2 വന്നാൽ 1.414 എന്ന് ഇടുക. 1.4 എന്നൊക്കെ ഇട്ട് നമ്മൾ ഇത് 20 × 1.7 7 കഴിഞ്ഞ് ഇടേണ്ടവർക്ക് 1.73 - 2. ആദ്യം 20 × 1.73 ചെയ്തിട്ട് ആ സംഭവം 20 ന്ന് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങിന്റെ നീളം. ഇനി ഇതിന്റെ നീളം ഓൾറെഡി ഉണ്ട്. എത്രയാണ്? 20√3. അതിന്റെ ഫൈനൽ ആൻസർ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് വേണമെന്നുള്ളവർക്ക് 20 × 1.73 ചെയ്തു നോക്കാവുന്നതാണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ദൂരം കിട്ടും. നമ്മളപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിന്റെ നീളം കണ്ടുപിടിച്ചു. അത് ടവറിനായിരുന്നു ക്വസ്റ്റ്യൻ. എന്തോ ആയിക്കോട്ടെ, അതിന്റെ നീളം കണ്ടുപിടിച്ചു, ഇതിന്റെ നീളം കണ്ടുപിടിച്ചു. ഈ നീളം ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ആ ചോദ്യം. ഓക്കെ, അടുത്തതായിട്ട് so draw a rough figure. നമ്മൾ rough figure വരച്ചു. what is the height of the building? calculate the height of tower. ടവറിന്റെ നീളം, ടവർ എന്നായിരുന്നു ഇതിനെ വിളിച്ചത്. ടവറിന്റെ നീളം നമ്മൾ കണ്ടുപിടിച്ചു 20√3. നമ്മൾ height of the building കണ്ടുപിടിച്ചു 20√3 - 20. 20√3 - 20 എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ബിൽഡിംഗ്. അതായത് 20√3 ആണല്ലോ ടോട്ടൽ 20√3 ആണല്ലോ ടോട്ടൽ കിട്ടിയത് 20√3. ആ 20√3 നിന്ന് 20 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ബിൽഡിങ്ങിന്റെ നീളം കിട്ടും. സോ അത് ഓവറായി. ഇനി അടുത്തത് ഈ ട്രയാങ്കിൾ. ഇവിടെ ക്വസ്റ്റ്യനിൽ 1.73 എടുത്തോളാൻ പറഞ്ഞ് റൂൾ തന്നിട്ടുണ്ട്. √3യുടെ വാല്യൂ കാണാൻ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. 1.73 √2യുടെ വാല്യൂ കാണാൻ പഠിച്ചു വെക്കുന്നതാണ് 1.414. ഇനി അടുത്ത 79 ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ ആംഗിൾ A = 45 ഡിഗ്രി. 45 90 ആണെന്ന് നമുക്ക് കാണുമ്പോഴേ അറിയാം. ആംഗിൾ B = 90, ആംഗിൾ 10. ഇത് 10 ആണെങ്കിൽ ഐസോസെലസ് ട്രയാംഗിൾ അല്ലേ? ഇത് 10 ആണെങ്കിൽ ഇതും 10 തന്നെ വരും. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AC എന്നാണ് ചോദ്യം. AC യുടെ നീളം ഇത് 10, ഇത് 10. നമുക്ക് വേണമെങ്കിൽ 45 90 ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. 45 90 ഡിഗ്രി ട്രയാംഗിൾ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നോക്കിക്കോളൂ. ഇത് 45, ഇതും 45, ഇത് എത്രയാണ്? 90. ഇത് 10, ഇത് 10. അപ്പോൾ ഇത് എത്ര? 45:90 എന്ന് പറയുന്നത് 1:1:√2. അതായത് 10 ആണ് വന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് 10 വന്നു. അങ്ങനെയാണെങ്കിൽ ഇതും 10 വരണം. ഇത് 10√2. AC ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് AC. 10√2 ആണ്. 10√2. ഇങ്ങനെ ഞാൻ സ്പീഡിൽ പോകാൻ കാരണം നമ്മൾ ഇതിപ്പോ ഒത്തിരി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് a boy sees the top of a tower at an elevation of 60 degrees. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഒരു ബോയ് sees at the top of a tower at an elevation of 60 degree. 60 ഡിഗ്രി എലവേഷനിലാണ് ഒരു ബോയ് ഒരു ടവറിന്റെ ഏറ്റവും ടോപ്പ് കാണുന്നത്. സ്റ്റെപ്പിംഗ് 20 meters back. ആ കുട്ടി 20 മീറ്റർ നോക്കിയെടുത്ത് നിന്ന്, അതായത് ഒരു കുട്ടി ആദ്യം ഒരു ടവറിന്റെ, ഇതാണ് ടവർ, ആ ടവറിനെ കാണുന്നത് 60 ഡിഗ്രി എലവേഷനിലാണ്.
അവിടെ നിന്ന് 20 മീറ്റർ, അവിടെ നിന്ന് 20, അല്ലാതെ ഇത് ടോട്ടൽ ഒന്ന് 20 ആയിട്ട് എടുക്കരുത് ആരും. അവിടെ നിന്ന് 20 മീറ്റർ അകലെ പോയപ്പോൾ ആ കുട്ടി കണ്ടത് അത് 30 ഡിഗ്രി എലവേഷനിലാണ്. 30 ഡിഗ്രി എലവേഷനിലാണ്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ഇവിടെ മിക്കവാറും ഐസോസെലസ് ട്രയാങ്കിൾ വരും. നമുക്ക് നോക്കാം. ഈ ചോദ്യത്തിൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചു കാണുമല്ലോ ഒരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ ഒരു ടവർ ഉണ്ട്. ആ ടവറിലേക്ക് ഒരു കുട്ടി, ഇവിടെ കുട്ടിയുടെ നീളുന്നതല്ല, സോ അതിനെക്കുറിച്ച് ബോധപെടേണ്ട. 60 ഡിഗ്രി ആംഗിളിലാണ് ഒരു കുട്ടി ഒരു ടവറിനെ കാണുന്നത്. ആ ടവറിന്റെ ലെങ്തിനെ നമുക്ക് ടീൻ എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത് എടുക്കാം. ഞാൻ ടീൻ എടുത്തു. 20 മീറ്റർ ബാക്കിലേക്ക് പോയി. 20 മീറ്റർ ബാക്കിലേക്ക് പോയി. ഇത്രയും നീളമാണ് 20. അപ്പോൾ ആ കുട്ടി മുകളിനെ കണ്ടത് എത്ര ഡിഗ്രിയിലാണ്? 45 ഡിഗ്രിയിലാണ് അതിന്റെ മുകൾ, സോറി 30 ഡിഗ്രിയിലാണ് അതിന്റെ മുകൾ വശം കണ്ടത്. എത്ര ഡിഗ്രി ആംഗിളിലാണ്? 30 ഡിഗ്രി ആംഗിളിലാണ് അതിന്റെ മുകൾ വശം ആ കുട്ടി കണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതുപോലത്തെ രണ്ടാമത്തെ പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ ടൈപ്പ് ഇവിടെ മിക്കവാറും അവര് എന്ത് തന്നിട്ടുണ്ടാവും? ഐസോസെലസ് ട്രയാങ്കിൾ തന്നിട്ടുണ്ടാവും. അപ്പോ നമ്മൾ ഈ ഒരു ട്രയാങ്കിളും ഈ വലിയ ഒരു 90 ഡിഗ്രി ട്രയാങ്കിളും മാത്രം നോക്കിയാൽ ആ ഐസോസെലസ് ട്രയാങ്കിൾ നമുക്ക് കാണാൻ പറ്റില്ല. ഇത് 60 ആണെങ്കിൽ ഇത് ഇത് ലീനിയർ പെയർ ആണ്, രേഖീയ ജോഡിയാണ്. അപ്പോൾ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 120 ഡിഗ്രി. എത്ര ഡിഗ്രി ആയിരിക്കും? 120 ഡിഗ്രി. സോ ഇത് 120, അപ്പോൾ ഇത് 30, ഇത് 30. സോ 30 30 30 30 60 60 120 എത്രയാണ്? 180. സോ ഇത് 120, അപ്പോൾ ഇത് 30, ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. സോ നമുക്കറിയാം ഇത് 30 ഇത് 30, ഇത്രയും ദൂരം 20 മീറ്റർ ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി എത്രയായിരിക്കും? 20 മീറ്റർ തന്നെ ആയിരിക്കും. സോ ദിസ് വിൽ ബി ഓൾസോ ഈക്വൽ ടു 20 മീറ്റർ ബിക്കോസ് 30 30 ഐസോസെലസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. ഈ 30ന്റെ ഓപ്പോസിറ്റ് ഉള്ള 20ഉം ഇത് 30ന്റെ ഓപ്പോസിറ്റ് ഉള്ള 20ഉം. സോ 20. ആൻസറിലേക്ക് എത്താറായി. നമുക്ക് ഈ ഇനി ഒറ്റയടിക്ക് കണ്ടുപിടിക്കാം. നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇതിന് വേറെ ഫിഗർ ആയിട്ട് വരയ്ക്കുകയാണ്. ഇത് 20 മീറ്റർ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇത് 60, ഇത് 30, ഇത് 90. വാട്ട് ഈസ് 30 is to 60 is to 90? 1 is to √3 is to 2. 30യുടെ ഓപ്പോസിറ്റ് ഇല്ല, 90യുടെ ഓപ്പോസിറ്റ് ആണ് തന്നിരിക്കുന്നത്. 220 ആയി. 2 എത്രയായി? 20 ആയി. അപ്പൊ എത്ര കൊണ്ടാണ് ഗുണിച്ചത്? 10. അപ്പൊ ഇത് എത്രയാവും? 10 √3. ഇത് എത്രയാവും? 10. സോ 10 √3 20. ആൻസർ ആയി നമ്മുടെ ഈ നീളം. അത് 30ന്റെ ഓപ്പോസിറ്റ് ആണ്. 30ന്റെ ഓപ്പോസിറ്റ് എത്രയാണ്? 10 മീറ്റേഴ്സ്. 60ന്റെ ഓപ്പോസിറ്റ് എത്രയാണ്? 10 √3. എത്ര √3? 10 √3. സോ 10 √3 10. അതാണ് നമ്മുടെ ആൻസർ. നോക്കിക്കേ, ഇപ്പോൾ ആ കുട്ടിയുടെ ടോട്ടൽ നീളം എവിടെ നിന്ന്? ഈ ടവറിൽ നിന്ന് ആ കുട്ടി എത്ര മീറ്റർ അകലെയാ? 20 + 10 30. ആ ടവറിന്റെ നീളം എത്രയാ? 10 √3. 10 √3. ഇത്രയുള്ളൂ ആ പ്രോബ്ലം. ഇതും സെയിം ടൈപ്പ് ആണ്. നമ്മൾ ഇതുപോലെ തന്നെ 20 മീറ്റർ പുറകോട്ട് ഇറങ്ങുന്ന ഒരു ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു 40 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ ഇവിടെ 80 ആണ് വന്നത്. അങ്ങനെയുള്ള ഡിഫറൻസ് ഒക്കെ വന്നേ ഉള്ളൂ. സംഭവം സെയിം ടൈപ്പ് ആണ്. ചെയ്തു പഠിക്കുക. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ടവർ. ടവറിന്റെ ഹൈറ്റ് നമ്മൾ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചു. എന്താണ് ടവറിന്റെ ഹൈറ്റ്? 10 √3. അടുത്തതായിട്ട് ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് അങ്ങനെ ഇതുവരെയായിട്ടും ഡിപ്രഷന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയിൽ കയറി നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴാണ് ഡിപ്രഷൻ. ആ ക്വസ്റ്റ്യനും വന്നിട്ടില്ലായിരുന്നു. കുട്ടിയുടെ നീളം തരുന്ന ക്വസ്റ്റ്യൻ തന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ തന്നു. എ ബോയ് 1.5 meters tall standing on a top of a building 8.5 meters high. 8.5 നീളമുള്ള ഒരു ടവറിന്റെ മണ്ടയിൽ ഏത് കുട്ടി നിൽക്കുന്നു? 1.5 മീറ്റർ നീളമുള്ള ഒരു കുട്ടി കയറി നിൽക്കുന്നു. എന്നിട്ട് സീസ് ദ ടോപ്പ് ഓഫ് എ ടവർ. ഒരു ബിൽഡിങ്ങിന്റെ പുറത്ത് 8.5 മീറ്റർ ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ പുറത്ത് 1.5 മീറ്റർ കുട്ടി കയറി നിന്നിട്ട് സീസ് ദ ടോപ്പ് ഓഫ് എ ടവർ അറ്റ് ആൻ എലവേഷൻ. ഇതിന്റെ മണ്ടയിൽ നിന്ന് നോക്കിയത് എത്ര ഡിഗ്രി എലവേഷനില്ല? 40 ഡിഗ്രി. അപ്പോൾ ഒരു കുട്ടി മണ്ടയിൽ നിന്ന് താഴത്തേക്ക് നോക്കിയിരുന്നെങ്കിൽ ആ ടവർ കുഞ്ഞായിരുന്നു, ചെറുതായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇവിടെ ആ കുട്ടി മണ്ടയിലേക്കാണ് നോക്കിയെന്നാണ്, 40 ഡിഗ്രി മണ്ടയിലേക്കാണ് നോക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഉറപ്പിക്കാം, അത് വലിയൊരു എന്താണ് ടവറാണ് അപ്പുറത്തുള്ളത്. ആൻഡ് ബോട്ടം, അവിടെ നിന്ന് ബോട്ടത്തിലേക്ക് നോക്കി ആദ്യമാണ് ഡിപ്രഷൻ. കീഴ്കോൺ തന്നിരിക്കുന്ന നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ പ്രോബ്ലം ആണ്. ഇപ്പൊ ഈ പാർട്ടില് നമ്മൾ ആദ്യമായിട്ടാണ് ഡിപ്രഷൻ ആംഗിൾ വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന. 50 ഡിഗ്രി ഡിപ്രഷനിലാണ് താഴ്ഭാഗം കണ്ടത്. ആ ടവറിന്റെ
താഴ്ഭാഗം കണ്ടെങ്കിൽ ഒരു റഫ് ഫിഗർ വരയ്ക്കുക. ഹൗ ഫാർ ഇസ് ദ ബിൽഡിംഗ് ഫ്രം ദ ടവർ? ടവറും ബിൽഡിംഗും തമ്മിൽ എത്ര നീളം, പിന്നെ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ടവർ. നമുക്ക് ആ ബിൽഡിംഗിന്റെയും ടവറിന്റെയും എല്ലാവരുടെയും ഹൈറ്റ് ഒന്ന് കണ്ടുപിടിച്ചേക്കാം. സോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ടവർ, ആ ടവറിന്റെ നീളം തന്നിട്ടുണ്ട് 8.5 മീറ്റർ എന്നാണ്. ആ ടവറിൽ 1.5 മീറ്റർ ഉള്ള ഒരു കുട്ടി കയറി നിന്നിട്ട് ഒരു ബിൽഡിംഗ് ആണ് അല്ലെ, 8.5 മീറ്റർ ഉള്ള ഒരു ബിൽഡിംഗ്, 8.5 മീറ്റർ ഉള്ള ഒരു ബിൽഡിംഗിൽ 1.5 മീറ്റർ നീളമുള്ള ഒരു കുട്ടി കയറി നിന്ന് വലിയ ഒരു ടവറിലേക്ക് നോക്കി. എങ്ങനെയാണ് ഇതിനെക്കാട്ടിലും വലുതാണെന്ന് മനസ്സിലായത്? കാരണം ഈ കുട്ടി നോക്കുന്നത് എത്ര ഡിഗ്രിയിലാണ്? 45 ഡിഗ്രി ഇൻക്ലിനേഷനിലാണെന്നാണ് തോന്നുന്നു. നോക്കട്ടെ എത്ര ഡിഗ്രി ഇൻക്ലിനേഷനിലാണ്. ആദ്യം 1.5 മീറ്റർ ഉള്ള കുട്ടി 8.5 മീറ്റർ ബിൽഡിങ്ങിന്റെ മണ്ടയിൽ നിന്ന് 40 ഡിഗ്രി ഇൻക്ലിനേഷനിലും 50 ഡിഗ്രി ഡിപ്രഷനിലുമാണ് അപ്പുറത്തേക്ക് നോക്കുന്നത്. 40 ഡിഗ്രി ഇൻക്ലിനേഷൻ എന്ന് പറയുമ്പോൾ ഇത് എത്ര വരും? 40 ഡിഗ്രി ഇൻക്ലിനേഷനും എത്ര ഡിഗ്രി? ഇവിടെയാണ് തെറ്റിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ എങ്ങാനും നമ്മൾ 50 എഴുതിയാൽ അവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ തെറ്റിയെന്ന് ഉറപ്പിച്ചോളൂ. അതല്ല ഡിപ്രഷൻ ആംഗിൾ. നമ്മുടെ ഡിപ്രഷൻ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. അതായത് സ്ട്രെയിറ്റ് വ്യൂവിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ആണ്, ഹൊറിസോണ്ടലിൽ നിന്നുള്ള ആംഗിൾ ആണെന്നും ഡിപ്രഷൻ. ഇത് 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 50 ഡിഗ്രി. സോ ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 50 ഡിഗ്രി ആണ്. സോ ഇത് 50 ആണെങ്കിൽ ഇത് 50 ആകാനുള്ള കാരണം എന്തുകൊണ്ടാണ്? നമുക്കറിയാം, രണ്ട് പാരലൽ ലൈൻസിൽ അൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കണം? 50 ഡിഗ്രി ആയിരിക്കണം. സോ അതാണ് അതിന്റെ റീസൺ വരുന്നത് അതാണ്. ഇനി നമുക്ക് നോക്കാം. ഇത്രയും നമുക്ക് ഈ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇവിടെ 50 ആവുമ്പോൾ നമുക്കറിയാം ഇവിടെ 40, 50 40 90. അതുപോലെ തന്നെ ഇവിടെ 90 ഡിഗ്രി ആകുമ്പോൾ ഇവിടെ 40, ഇവിടെ 50. ഇനി 8യും 1.5യും 10 മീറ്റർ. നോക്കിക്കേ, ഈ ഒരു ടോട്ടൽ ഈ ഒരു ത്രികോണത്തിൽ ഇത് 10 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. എന്നാ സിമ്പിൾ ആപ്പോ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? പറ്റും. അത് കണ്ടുപിടിച്ചാൽ അതുകൊണ്ട് ഇവിടെ അപ്ലൈ ചെയ്യത്തില്ലേ? പറ്റും. ഇത് കിട്ടിയാൽ ഇത് കിട്ടത്തില്ലേ? അതും പറ്റും. അങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യേണ്ടത്. നോക്കിക്കോളൂ, ഇവിടെ 1.5യും ഞാൻ നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി ഈ ഒരു ട്രയാങ്കിൾ മാറ്റി വരികയാണ്. ഇവിടെ ഇത് എത്രയാണ്? 50. ഇവിടെ ഇത് എത്രയാണ്? 10. നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഞാൻ ഈ ദൂരത്തിന് ഞാൻ x എന്ന് വിളിച്ചു, അതാണ് ഇത്. ഇവിടെ കാണുമ്പോഴേ അറിയാം 50ന്റെ ഓഫ് 10 അഡ്ജസന്റ് x. സോ tan 50 is equal to 10/x. tan 50 is equal to 10/x. നമുക്ക് tan 50 അതിന്റെ വാല്യൂ ഉറപ്പായിട്ടും അവർ തന്നിട്ടുണ്ടാവും. tan 50 എന്ന് പറയുന്നത് 1.2ഉം tan 40 0.84ഉം. 1.2 tan 50 1.2 മറ്റേത് 0.84. ഓക്കെ, tan 50 എന്ന് പറയുന്നത് 1.2 is equal to 10/x. ഓക്കെ അല്ലേ? അങ്ങനെ 10/x ആണെങ്കിൽ നോക്കിക്കേടാ, ഈ x ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 1.2 into x is equal to എത്ര വരും? 10. x is equal to 10 divided by 1.2 എന്ന് കിട്ടും. അവിടെ കിടക്കട്ടെ, നമ്മളത് ചെയ്യണ്ട, കാരണം ആ ദൂരം നമുക്ക് കിട്ടി 10 divided by 1.2. ഇനി അത് ചെയ്യേണ്ടവർക്ക് 10 divided by 1.2 എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് 1.2 into 10 ചെയ്യുക. അവിടെ 10 ചെയ്താൽ ഇവിടെ മുകളിലും 10 ചെയ്യുക. എന്തിനാണ് 10 കൊണ്ട് ചെയ്തത്? കാരണം ഒന്നേ ഉള്ളൂ, 10 കൊണ്ട് ചെയ്താലേ ഉള്ളൂ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഇതിനെ 12 ആക്കാൻ പറ്റുള്ളൂ. ഇതിനെ 12 ആക്കിയാൽ ഇതിനെ 100 ആക്കണം. അതെന്തുകൊണ്ട്? കാരണം 1.2 12 ആക്കണമെങ്കിൽ 10 കൊണ്ടാണ് ചെയ്യേണ്ടത്. അത് അവിടെ ഇല്ലാത്ത നമ്പർ ആയിരുന്നു. സോ ഇവിടെ 10 കൊണ്ട് ചെയ്താൽ ഇവിടെയും 10 കൊണ്ട് ചെയ്യണം. സോ ഇത് 12 ആകും, ഇത് 100 ആകും. സോ നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് നോക്കാം. അപ്പൊ എന്ത് വരും? 100 divided by 12. 100/12 എന്ന് പറയുന്നത് എന്ത് വരും? 100/12 എന്ന് പറയുന്നത് 12. 12 5 60. 60 കഴിഞ്ഞിട്ട് 72, 84, 96. 60-ൽ 5 പ്രാവശ്യം. അപ്പൊ 6, 7, 8 പ്രാവശ്യം. 8 × 12 96. 40-ൽ 12, 8.3. 8.3 എന്നാണ് നമ്മുടെ ഏത് ഈ ഒരു ദൂരം. 8.3 എന്ന് കിട്ടി.
അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ എക്സ് നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് 8.3 ആണെന്ന് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് 8.3 ആണെങ്കിൽ ഈ ദൂരം 8.3 ആയിരിക്കും. ഈ ദൂരവും 8.3 ആയിരിക്കും. ഈ ദൂരവും എന്തായിരിക്കും? 8.3 ആയിരിക്കും. അതായത് ഇത് 8.3 ആണെങ്കിൽ ഇത് 8.3 ആയിരിക്കില്ലേ? ഓക്കെ, നമ്മൾ ഇത് രണ്ടും തമ്മിലുള്ള ദൂരം കണ്ടുപിടിച്ചു. ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ ഒരു ടോട്ടൽ ഹൈറ്റ് കണ്ടുപിടിച്ചാൽ മതി. അതിനുവേണ്ടി ഞാൻ ഈ ചെറിയ ത്രികോണം എടുക്കാൻ പോവുകയാണ്. ഏത് ത്രികോണമാണ്? ചെറിയ ത്രികോണം. ഈ ത്രികോണം. ഈ ത്രികോണത്തിൽ ഇത് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 8.3. അപ്പോൾ 40യുടെ ഓപ്പോസിറ്റ് ഉള്ള ഇതിനെ ഞാൻ y എന്ന് വിളിക്കുക. ഇത്രയും നീളത്തിനെ y. അപ്പോൾ tan 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എത്രയാ? y ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എത്രയാ? 8.3. tan 40 നെ നമുക്ക് 0.84 എന്ന് വിളിക്കാം. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 0.84 ഈസ് ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ 8.3. y യുടെ നീളം കിട്ടണമെങ്കിൽ ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ മതി. 0.84 into 8.3. എന്താ ചെയ്യേണ്ടത്? 83നെ 84 കൊണ്ട് ഗുണിക്കണം. 3 12, 4 8 32 1 33, 8 3 24, ഇഷ്ടം 2, 8 8 64 2 66. സോ 2 4 3 7 6 3 9 6 69.72 എന്ന് കിട്ടി. പക്ഷേ അത് നമുക്ക് എത്ര എണ്ണം? 69 പോയിന്റ് അല്ല, സോറി, ഇവിടെ എത്ര പോയിന്റാ? 1 പോയിന്റ്. ഇവിടെ എത്ര പോയിന്റാ? 2 പോയിന്റ്. സോ 6.972. 6.972. ചുരുക്കം പറഞ്ഞാൽ ഇത് 6.972. നമുക്കറിയാം ഇവിടെ നിന്ന് 8.5 മുതൽ 8.5 പ്ലസ് 1.5 ഇവിടം മുതൽ ഇവിടം വരെ 10 മീറ്റർ ആണ്. അതിന്റെ കൂടെ ഇപ്പൊ ഈ y നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണെന്ന്? 6.972. സോ ടോട്ടൽ ആ ടവറിന്റെ നീളം എത്രയാ? ടവറിന്റെ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 6.97 പ്ലസ് 10, 16.97 എന്ന് കിട്ടും. എന്ത് എളുപ്പമാണ് ഇത് ചെയ്യാൻ. എല്ലാ ക്വസ്റ്റ്യൻസും നല്ലൊരു ലോജിക് അപ്ലൈ ചെയ്താൽ ഇതിൽ 4 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ട്രയാങ്കിളിൽ നിന്ന് tan 50 ഉപയോഗിച്ചുകൊണ്ട് ഇത് 10 എന്ന് തന്നിട്ടുണ്ട്. x എന്ന് ഞാൻ ഇതെടുത്തു. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് ഞാൻ x കണ്ടുപിടിച്ചു 8.3. ആ 8.3 ഞാൻ ഇവിടെ കൊണ്ടിട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ട്രയാങ്കിളിൽ ഈ 40 ഉപയോഗിച്ചുകൊണ്ട്, ഏത് ഉപയോഗിച്ചുകൊണ്ടാ? 40 ഉപയോഗിച്ചുകൊണ്ട്, tan 40 ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അറിയാത്ത ഈ ആളിനെ ഞാൻ y എടുത്തു, ഇതിനെ x എന്ന് എടുത്തു. tan 40 is equal to y by x, അല്ല സോറി, y by x ആയിരുന്നു. x തന്നെയാണ്, ഇതിന്റെ നീളം x ആയിരുന്നു. ആ x ആണ് 8.3. സോ y divided by 8.3. അതിൽ നിന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ y by 8.3 ഇക്വേറ്റ് ചെയ്തിട്ട് y യുടെ വാല്യൂ 8.84 into 8.3 6.972 എന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് ഇത് 6.972, ഇത് ഓൾറെഡി 10 ഗിവൺ ആണ്. 10 പ്ലസ് 6.9 എന്ന് പറഞ്ഞാൽ 16.97 എന്നും നമ്മൾ കണ്ടുപിടിച്ചു. നമ്മുടെ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് at a distance of 100 meters away from a tower, the top of the tower is in an angle of 45 degree. 45 ഡിഗ്രി അകലെ, 45 ഡിഗ്രിയിലാണ് 100 മീറ്റർ അകലെയുള്ള ഒരു ടവറിന്റെ ആംഗിൾ ഓഫ് ഇലവേഷൻ. ഒരു പോയിന്റിൽ നിന്ന് 100 മീറ്റർ അകലെയുള്ള ഒരു പോയിന്റിൽ നിന്ന് ആംഗിൾ ഓഫ് ഇലവേഷൻ 45 ഡിഗ്രി അകലെ, 45 ഡിഗ്രിയാണ്. ഫ്രം ദ ടോപ്പ് ഓഫ് ദ ടവർ, ആ ടവറിന്റെ മുകളിൽ നിന്ന് ഒരു കാർ വരുന്നത് നോക്കുകയാണ്. ആ കാർ ഇപ്പോൾ 25 ഡിഗ്രി ഡിപ്രഷനിലാണ്, കീഴ്കോണിലാണ് നിൽക്കുന്നത്. അവര് റഫ് ഫിഗർ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നു. ടവറിന്റെ നീളം കാർ എത്ര ദൂരത്താണ്? tan 65 എത്രയെന്ന് തന്നിട്ടുണ്ട്? 2.14 ആണെന്ന് തന്നിട്ടുണ്ട്. 2.14 ആണെന്ന് തന്നിട്ടുണ്ട് tan 65. അപ്പൊ അതെങ്ങനെ നമുക്ക് ചെയ്യുമെന്ന് നോക്കാം. tan 65 2.14 ഒരു ടവർ, അതിന്റെ നീളം നമുക്കറിയില്ല x. അത് എത്ര മീറ്റർ അകലെയാണ്? 100 മീറ്റർ അകലെയാണ്. ആ 100 മീറ്റർ അകലെയുള്ള ആ ഒരു പോയിന്റിൽ നിന്ന് നോക്കിയപ്പോൾ ആ ടവറിന്റെ എലവേഷൻ 45 ആണ്. അപ്പോൾ ഇത് 45 ആണ്, ഇത് 90 ആണ്. ഇനി അതിന്റെ മേളിൽ നിന്ന് കാർ വരുന്നത് നോക്കിയപ്പോൾ ആ കാർ എത്ര ഡിഗ്രി ഡിപ്രഷനിലാണ് കണ്ടത്? ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നേരെയുള്ള ഈ ഹൊറിസോണ്ടലിൽ നിന്ന് താഴത്തോട്ടുള്ള 25 ഡിഗ്രി. ഇത് 25 ഡിഗ്രി ആയിരിക്കും. 25ഉം 90ഉം ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 65 ആയിരിക്കും. 65ഉം
25, 5 5 10, 6 2 8 1 9, 90. അപ്പൊ 65 25 90. അപ്പൊ ഇവിടെ കണ്ടില്ലേ, നമുക്ക് ഡയറക്റ്റ് അവർ 25 എന്നാണ് തന്നിരിക്കുന്നത്, 65 നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് കാണുമ്പോഴേ അറിയാം. മാത്രമല്ല ടാൻ 65ന്റെ വാല്യൂ 2.14 ആണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഫിഗർ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വെച്ച് വരയ്ക്കേണ്ട ഫിഗർ. ഇത് 100 മീറ്റർ ആണെങ്കിൽ നമ്മൾക്കറിയാം ഇത് 45 45 90 ആയതുകൊണ്ട് 1:1 ആയതുകൊണ്ട് ഇത് 100 ആയതുകൊണ്ട് ഇതും എത്ര തന്നെ ആയിരിക്കും, ഉറപ്പായിട്ടും 100 തന്നെ ആയിരിക്കും. 100 തന്നെ ആയിരിക്കും. സോ x എന്ന് ഞാൻ അതിനെ വിളിച്ചു. x എത്രയാണെന്ന് കിട്ടി? 100. അപ്പോൾ ടവറിന്റെ നീളം എത്രയാണെന്ന് കിട്ടി? 100. അത് ഇനി ഓക്കെ ആയി. അടുത്തതായിട്ട് ഇത് 100, ഇത് 65, ഇത് എത്രയാണ്? 25. അപ്പോൾ 65 25 65 25 90. സോ നമുക്ക് tan 65 എടുത്താൽ ഓപ്പോസിറ്റ് ഏതാണ്? നമുക്ക് ഇയാളുടെ y എന്ന് വിളിക്കാം. ഇതാണ് കാറിന്റെ ദൂരം. എവിടെ നിന്ന്? ടവറിന്റെ ഭാഗത്ത് നിന്ന് കാറിന്റെ ദൂരം y ആണ്. സോ tan 65 is equal to ഓപ്പോസിറ്റ് എത്രയാ? y divided by 100. tan 65 2.14 എന്ന് തന്നിട്ടുണ്ട് into 100 equal to y, that is 214. നോക്കിയേ, 100 കൊണ്ട് ഇരുമ്പോൾ 2.214 മീറ്റർ അകലെയാണ് ആര് നിൽക്കുന്നത്? കാറ് നിൽക്കുന്നത്. എന്നാ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് 100. അപ്പോൾ ഈ ടവറിന്റെ നീളം 100, കാറും ടവറുമായിട്ടുള്ള ദൂരം 214 മീറ്റർ. എന്തെടുത്തിട്ടാണ് കണ്ടുപിടിച്ചത്? tan 65 എടുത്തിട്ടാണ് നമ്മളത് കണ്ടുപിടിച്ചത്. tan 65 എടുക്കുമ്പോൾ ഒറ്റയടിക്ക് ആൻസർ കിട്ടും. tan 65 2.14 എന്ന് വന്നിട്ടുണ്ട്. tan 65 ഓപ്പോസിറ്റിനെ ഞാൻ y എന്ന് എടുത്തു, അഡ്ജസന്റിനെ ഓപ്പോ ബൈ എഡ്ജ് അല്ലേ, അപ്പോൾ ഓപ്പോ ബൈ എഡ്ജ് ചെയ്യുമ്പോൾ അഡ്ജസന്റ് x എന്ന് എടുത്തു. സോ y is equal to tan 65 into 100 എന്നായി. അടുത്ത ചോദ്യം, a boy is standing away from the foot of a building, sees the top of the building at an angle of elevation 35. ഒരു ബോയ് സ്റ്റാൻഡിങ് away from the foot of a building, ബിൽഡിങ്ങുമായിട്ട് കുറച്ച് ദൂരമുണ്ട്, sees the top of the building at an angle of 35 degree, stepping 25 meters forward, അടുത്തോട്ട് നീങ്ങി വന്നപ്പോൾ അത് 70 ഡിഗ്രി എലവേഷനിലാണ് അതിന്റെ ടോപ്പ് കണ്ടത്. ഹൈറ്റ് ഓഫ് ദ ബോയ് തന്നിട്ടുണ്ട് 1.6 ആണ്. ഡ്രോ റഫ് ഫിഗർ. അപ്പൊ എന്താണ്? 1.6 ഉള്ള ഒരു കുട്ടി, 1.6 നീളമുള്ള ഒരു കുട്ടി ടവറിന്റെ ടോപ്പിലേക്ക് നോക്കി. അപ്പോൾ എത്രയാണ്? ഒരു 35 ഡിഗ്രി ആംഗിളിലാണ് കുട്ടി മേളിലേക്ക് നോക്കിയത്. 25 മീറ്റർ അടുത്തോട്ട് നീങ്ങി നോക്കിയപ്പോൾ എത്രയാണ് കിട്ടിയത്? 70 ഡിഗ്രി എലവേഷനിലാണ് ആ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് കിട്ടിയത്. റഫ് ഫിഗർ വരച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? എത്രയാണ് 70 ഡിഗ്രി എലവേഷൻ ഇട്ടപ്പോൾ ആ കുട്ടിയും ബിൽഡിംഗും തമ്മിലുള്ള ദൂരം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ചോദ്യം. രണ്ടാമത് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എന്നാണ് ചോദ്യം. മാർച്ച് 2025 കഴിഞ്ഞ കൊല്ലം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഫിഗർ വരയ്ക്കുമ്പോൾ ഒരു കുട്ടി, ആ കുട്ടിയുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ അത് വരയ്ക്കണം. ഹൊറിസോണ്ടലി ഉള്ള ആ ഒരു വ്യൂവിൽ നിന്ന് എത്ര ഡിഗ്രിയാ? 35 ഡിഗ്രിയിൽ നോക്കിയപ്പോഴാണ് ഒരു ടവറിന്റെ മേൽഭാഗം ആ കുട്ടി കണ്ടത്. 35 അല്ലേ? ഇനി ആ കുട്ടി എത്ര മീറ്റർ ആണ് ഫോർവേഡിലേക്ക് നീങ്ങി എന്ന് പറഞ്ഞിരിക്കുന്നത്? 35ലാണ് ആദ്യം കണ്ടത്. 25 മീറ്റർ ആണ് മുൻപോട്ട് നീങ്ങിയത്. അപ്പൊ 70 ഡിഗ്രിയിലാണ് കണ്ടത്. 25 മീറ്റർ മുന്നോട്ട് നീങ്ങി. അപ്പോൾ ഇത്ര ആകട്ടെ 25 മീറ്റർ. 25 മീറ്റർ നീങ്ങിയപ്പോൾ ആ കുട്ടി അതേ ബിൽഡിങ്ങിന്റെ ടോപ്പ് കണ്ടത് 70 ഡിഗ്രിയിലാണ്. അടുത്ത് വരുന്നതോറും, അതായത് ദൂരം കുറയുന്നതോറും ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ എലവേഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ദൂരം ഇവിടെ കുറഞ്ഞില്ലേ? ഇവിടത്തെ ഉള്ളതിനെക്കാളും ദൂരം കുറഞ്ഞു. അപ്പോൾ എലവേഷൻ കൂടി. അപ്പോൾ ഇത് 25 എന്ന് തന്നിട്ടുണ്ട്. 70 ആണെങ്കിൽ നമുക്കറിയാം ഇത് 110 ആയിരിക്കും. ഞാൻ അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഇവിടെ വലുതായിട്ട് വരയ്ക്കാം. ഇത് 70 ഡിഗ്രി. ഇങ്ങനെ നീങ്ങി വരുന്ന ക്വസ്റ്റ്യനിൽ എല്ലാവരും ഐസോസെലസ് തരും എന്നുള്ളതാണ്. ഇത് 70, ഇത് 110.
അങ്ങനെയാണെങ്കിൽ ഇത് 35, നമുക്കറിയാം 110 ആണെങ്കിൽ മൊത്തവും 180 ആകാൻ 70 കൂടെ വേണ്ടേ. അപ്പൊ ഇത് 35 ആണെങ്കിൽ ഇതും 35. കണ്ടോ, ഈ ക്വസ്റ്റ്യനിലും ഇത് 35, ഇത് 35, ഇത് 110. ഇത് 25 ആണെങ്കിൽ ഇതും എത്ര തന്നെയായിരിക്കും? 25. കണ്ടോ, ഇവിടെയും ഐസോസെലസ് ട്രയാങ്കിൾ തന്നെ. നമ്മൾ ഇത് മൂന്നാമത്തെ ആണ് ഇതേ ടൈപ്പ് ചോദ്യം ചെയ്യുന്നത്. അപ്പോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ചോദ്യം എടുക്കുക, ആ ചോദ്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള മനസ്സിലാക്കി വെക്കുക. അതേ ടൈപ്പ് ചോദ്യമേ വരുള്ളൂ. ഒന്നല്ലെങ്കിൽ ആ എന്താണ് ഒരു പോസ്റ്റിൽ നിന്ന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നോക്കുന്ന ടൈപ്പ് ചോദ്യം. ഇത് 2-3 പ്രാവശ്യം ചെയ്തു. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ചെയ്ത ആ കാറിന്റെ ചോദ്യം വരെ ഇതേ ഫിഗർ വരുന്നതാണ്. പിന്നെ വരുന്നതാണ് ഇങ്ങനെ കുറച്ച് മാറി പുറകോട്ട് മാറി അല്ലെങ്കിൽ മുമ്പോട്ട് മാറി എന്നുള്ള ക്വസ്റ്റ്യൻ. അതിന്റെ അകത്ത് ഉറപ്പായിട്ട് ഈ ത്രികോണം മിക്കവാറും ഐസോസെലസ് ത്രികോണമാണ് വരുന്നത് എളുപ്പത്തിന് വേണ്ടി. പിന്നെ നമ്മൾ വേറെ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ കണ്ടിട്ടുണ്ട്. ആ രീതികളെല്ലാം നമ്മൾ പഠിച്ചു വെക്കുക. ആ രീതികളിൽ വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ അതേ പാറ്റേണിൽ ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും നമുക്ക് എന്ത് കിട്ടി? ഇത് 25 കിട്ടി. സോ ഇത് 25 ആണെങ്കിൽ ഇത് 25. ഇനി ഈ ത്രികോണം ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഇവിടെ വരയ്ക്കുമ്പോൾ ഇത് എത്ര ഡിഗ്രിയാണ്? 70 ഡിഗ്രി. ഇത് 90. 70 ആണെങ്കിൽ ഇത് 20, ഇത് 25. 90യുടെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് ആണ് ഇരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ കുട്ടിയുടെ നീളമൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ നമുക്കൊന്ന് എഴുതാം. ആ കുട്ടിയുടെ നീളം തന്നിരിക്കുന്നത് ഓക്കെ, ആ കുട്ടിയുടെ നീളം ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല അല്ലേ? എ ബോയ് സ്റ്റാൻഡിങ് ഫ്രം ദ ഫുട്ട് ഓഫ് ദ സ്റ്റേജ്, അത്രേ ഉള്ളൂ വന്നിട്ടുള്ളൂ. ഞാൻ ആ കുട്ടീനെ വരയ്ക്കുകയും ചെയ്തു. ഹൈറ്റ് ഓഫ് ദ ബോയ് ഇവിടെ ഉണ്ടായിരുന്നു. ഹൈറ്റ് ഓഫ് ദ ബോയ് ഈസ് 1.6 മീറ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. സോ അത് എഴുതി, 25 എന്നുള്ളത് എഴുതി, 35 എഴുതി, 70 എഴുതി. ഇനി 1.6 കൂടെ എഴുതിയാൽ മതി. വേണ്ടത് നമുക്ക് sin 70 എന്ന് പറയുന്നത് 0.94. sin 70 0.94. ഓക്കെ, ഞാനിവിടെ sin 70 എടുക്കുക. 0.94 ഈക്വൽ ടു, ഞാൻ ഈ ഓപ്പോസിറ്റ് ഉള്ള ഇത്രയും ഭാഗത്തിന് ഞാൻ x എന്ന് വിളിക്കുക. ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ x ബൈ 25. 26 അല്ല, 25. സോ നമുക്ക് ഈ കുട്ടി നീങ്ങിയ ഈ ദൂരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോറി, ദൂരം തന്നിട്ടുണ്ട് അല്ലെ? നീങ്ങിയ ദൂരം 25 ആണെന്ന് തന്നിട്ടുണ്ട്. നീങ്ങി കഴിഞ്ഞ് ഇപ്പോൾ എത്ര മീറ്ററിലാണ് ഈ കുട്ടി നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ദൂരം കണ്ടുപിടിക്കണം, ഈ എൻറ്റയർ ഹൈറ്റ് കണ്ടുപിടിക്കണം. എൻറ്റയർ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഈ കുട്ടിയുടെ നീളം 1.6 മീറ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. ഇത്രയും ദൂരം എത്രയാണെന്ന് അറിയാം. ഞാനിപ്പോൾ sin 70 ഉപയോഗിച്ചുകൊണ്ട് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ x, അതായത് ഈ ദൂരം കണ്ടുപിടിക്കാൻ പോയി. ഈ ദൂരത്തിന്റെ കൂടെ ഈ x ന്റെ കൂടെ ഒരു 1.6 കൂടെ കൂട്ടിയാൽ ടോട്ടൽ ദൂരമായി. സോ അത് നമുക്കൊന്ന് നോക്കാം. ആൻസർ x is equal to 0.94 into 25. അതായത് 94നെ എത്ര കൊണ്ട് ഗുണിച്ചിട്ട് 25 കൊണ്ട് ഗുണിച്ചിട്ട് 2 പോയിന്റ് പുറകോട്ട്. 5 4 20, 9 5 45, 2 47, 2 4 8, 2 9 18. സോ 5 4 20 ശിഷ്ടം 2, 5 4 20 ശിഷ്ടം 2, 5 9 45, 2 47, 2 4 8, 2 9 18, 7 7 14 1 15, 4 1 5, 8 5 13, 2. സോ ആൻസർ ഈസ് 2 3 5 0. 23.5 മീറ്റർ എന്ന് കിട്ടും. ഏതാ? x. നോക്കിക്കേ, ഇത് 23.5 മീറ്റർ ആണെങ്കിൽ അതിന്റെ കൂടെ 1.6 കൂട്ടിയാൽ എത്രയാ? 23.5 പ്ലസ് 1.6 കൂട്ടിയാൽ 25.1 മീറ്റേഴ്സ് ആണ് ഇതിന്റെ നീളം. ഈ ഒരു ടവറിന്റെ നീളം 25.1 മീറ്റേഴ്സ്. എനിവേ നമുക്ക് x കിട്ടി. എത്രയാണ് കിട്ടിയത്? 23.5 മീറ്ററിനാണ് നമുക്ക് x കിട്ടിയത്. ഇനി ഈ കുട്ടി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ദൂരത്തിന് ഞാൻ y എന്ന് വിളിക്കുക. അല്ലെങ്കിൽ സോറി, ഈ കുട്ടി ഇവിടെ നിന്ന് ഈ ഒരു ടവറിന്റെ അടുത്തേക്കുള്ള ഈ ദൂരത്തിന് y എന്ന് വിളിച്ചാൽ അത് കിട്ടണമെങ്കിൽ നമുക്ക് അറിയാവുന്ന വാല്യൂ sin 70 ആണ് 0.94. അത് നമുക്കറിയാം. 70യുടെ അഡ്ജസന്റ് ആണ് എന്ത്?
70യുടെ adjacent ആണ് y. സോ ഞാൻ അവിടെ cos 70 എടുക്കും. Adjacent by hypotenuse ആണ്. Adjacent by hypotenuse. y by cos 70 എടുത്താൽ y divided by എത്രയാണ് 25. ഇനി cos 70യുടെ വാല്യൂ നമ്മൾ ക്വസ്റ്റ്യനിൽ ചെന്ന് നോക്കണം. cos 70യുടെ വാല്യൂ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും തന്നിട്ടുണ്ടാവും 0.34. 0.34 എടുക്കുമ്പോൾ 0.34 into 25 is equal to y. എന്ത് ചെയ്താൽ മതി? 25 into 34 ചെയ്യണം. 5 4 20, 4 2 8 2 10, 3 5 15, 3 2 6 1 7. ആൻസർ വരുന്നത് 850. സോ 8.50 എന്നാണ് വരുന്നത്. 2 പോയിന്റ് പുറകോട്ടിട്ടപ്പോൾ നമുക്ക് വരുന്ന ആൻസർ 8.50. അപ്പോൾ 25 മീറ്റർ ആണ് ഇങ്ങോട്ട് നീങ്ങിയത്. ഇപ്പോൾ ഈ ദൂരം എന്ന് പറയുന്നത് 8.5 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ മീറ്റർ ഇനിഷ്യലി ഈ കുട്ടി എത്ര മീറ്റർ അകലെയായിരുന്നു? 25 ഇത്രയും നീങ്ങി പ്ലസ് 8.5. സോ 5 8 13, 33.5 മീറ്റർ ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത്. അതായത് ഈ കുട്ടി ആദ്യം എത്ര മീറ്റർ അകലെയായിരുന്നു? 33.5 മീറ്റർ അകലെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ കുട്ടി 25 മീറ്ററിലേക്ക് ഇങ്ങോട്ടേക്ക് നീങ്ങി വന്നു. അപ്പോൾ 25 മീറ്റർ നീങ്ങി വന്നപ്പോൾ ഈ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഈ കുട്ടിയും ഇവിടെ ഉണ്ടാകുന്ന ആ ടവറും തമ്മിലുള്ള ദൂരം എത്രയായി? അതാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത് 8.5 മീറ്റർ. 8.5 മീറ്റർ. A man standing at the edge of a river sees the top of a tree at an elevation of 60 degree. ഒരു പുഴയോരത്ത് നിൽക്കുന്ന ആള് മരത്തിനെ നോക്കിയത് 60 ഡിഗ്രി അകലെയാണ്, 60 ഡിഗ്രി ആംഗിളിലാണ്. എന്നിട്ട് 20 മീറ്റർ പുറകോട്ട് മാറിയപ്പോൾ അത് എന്തായി മാറി? ആ ഒരു എലവേഷൻ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി മാത്രമായിട്ട് മാറി. അതിന്റെ റഫ് ഫിഗർ വരച്ചിട്ട് പുഴയുടെ നീളം എന്തായിരുന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പുഴയുടെ നീളം എന്തായിരുന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കോ, ഇത് പുഴ. ഈ പുഴയുടെ അറ്റത്ത് നിന്ന് ഒരാളൊരു മരത്തിനെ നോക്കിക്കണ്ടു 60 ഡിഗ്രിയിൽ. എന്നിട്ട് 20 മീറ്റേഴ്സ് എന്ത് ചെയ്തു? പുറകോട്ട് പോയി. 20 മീറ്റേഴ്സ് പുറകോട്ട് പോയിട്ട് 30 ഡിഗ്രി എന്ന് പറയുന്ന എലവേഷനിൽ ആ മരത്തെ കണ്ടു. നമുക്കറിയാം ഇത് 60 ആണെങ്കിൽ ഇത് എത്രയാവും? 120 ആവും. കാരണം ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ 180 വരണം. ഇത് 30, അപ്പം 120ന്റെ കൂടെ 60 വരുമ്പോൾ ഇതും എത്ര തന്നെയായിരിക്കും? 30 തന്നെയായിരിക്കും. ഇത് 20 ആണെങ്കിൽ ഇത് 20 ആയിരിക്കും. സോ ആൻസർ നമുക്ക് ആകാറായിട്ടുണ്ട്. ഇവിടെ 60 ആണ്, ഇത് 30 ആണ്, ഇത് 90. സോ 30 60 90 എന്ന് എടുക്കുമ്പോൾ 1:√3:2. 1:√3:2 എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം. 30 ഇവിടെ ഓപ്പോസിറ്റ് തന്നിട്ടില്ല, 90യുടെ ഓപ്പോസിറ്റ് 20. അപ്പൊ ഇവിടെ 10 കൊണ്ടാണ് ഗുണിച്ചത്. ഇവിടെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 10√3, ഇവിടെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 10. സോ 10√3 20. ഈ 30ന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഇത്രയും നീളം, അതായത് റിവറിന്റെ നീളം 10 മീറ്റർ, മരത്തിന്റെ നീളം 60ന്റെ ഓപ്പോസിറ്റ് 10√3. 10√3 മീറ്റേഴ്സ് ആണ് മരത്തിന്റെ നീളം വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. A boy is standing at the edge of a canal, sees the top of a tree at the other edge at an elevation of 60 degree. ഇത് അതേപടിയുള്ള ക്വസ്റ്റ്യൻ. 10 മീറ്റർ പുറകോട്ട് പോയപ്പോൾ he sees the tree at an elevation of 30 degree. The boy is 1.5 meters tall. Draw a rough figure, calculate the width of the canal and the height of the tree. Same question. പക്ഷേ 20 മീറ്ററിന് വരെ എന്താണെന്നേ ഉള്ളൂ? 10 മീറ്റർ ആയതേ ഉള്ളൂ. A boy saw the top of a building under construction. Okay, construction. ഇത് ഒരു പുതിയ ടൈപ്പ് ഓഫ് ചോദ്യമാണ്, നമ്മൾ ഇതുവരെയായിട്ട് ചെയ്തില്ല. A boy saw the top of a building under construction at an elevation of 30 degree. Elevation. അപ്പോൾ ഒരു ബോയുടെ നീളം തന്നിട്ടില്ല. ആ ബോയ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, പണിതുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിനെ കണ്ടത് 30 ഡിഗ്രി എലവേഷനിലാണ്. The completed building was 12 meter high. The completed building was 12 meter higher than നോക്കിക്കേ, the completed building was 12 meter higher. ഹയർ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്ത് കൂടുതലായിരുന്നു? ഉയരം കൂടുതലായിരുന്നു. അത് എത്ര മീറ്റർ ആണ് കൂടുതൽ? 12 മീറ്റർ ആണ് കൂടുതൽ. And the boy saw it an elevation of, അത് ആ 12 മീറ്ററും കൂടെ പണിത് കഴിഞ്ഞപ്പോൾ ആ കുട്ടി അതിനെ കണ്ടത് എത്ര ഡിഗ്രിയിലാണ്? 60 ഡിഗ്രിയിലാണ്. എത്ര ഡിഗ്രിയിലാണ്? 60 ഡിഗ്രിയിൽ. അങ്ങനെയാണെങ്കിൽ ഡ്രോ ദ റഫ് ഫിഗർ. റഫ് ഫിഗർ വരയ്ക്കുക. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്? ഈ ഒരു
ടോട്ടൽ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതും കൂടെ കണ്ടെത്തണം. നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ് ആൻഡ് ദ ബോയ്? ഒരു പർട്ടിക്കുലർ ചോദ്യത്തിൽ നമുക്ക് ഇതാണ് പണിതുകൊണ്ടിരിക്കുന്ന ആ കെട്ടിടം, ഇത്ര നീളം. ആ പണിതുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിനെ കണ്ടത് 30 ഡിഗ്രിയിലാണ്. പണി കഴിഞ്ഞപ്പോൾ ആ കെട്ടിടത്തെ കണ്ടത് 60 ഡിഗ്രിയിലാണ്. 12 മീറ്റർ ആണ് എക്സ്റ്റെൻഡ് ചെയ്തത്. ഇവിടെ നോക്കുക, ഇവിടെയൊക്കെയാണ് കുട്ടികൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഇത് 30 ആണെങ്കിൽ, ഇത് ടോട്ടൽ 60 ആണെങ്കിൽ ഈ ഒരു ചെറിയ ആംഗിൾ എത്രയായിരിക്കും? 30. ഇനി ഈ ഒരു ത്രികോണത്തിൽ ഇത് 30 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 60. ഇത് എത്രയായിരിക്കും? 90. ഇനി ഇത് 60 ആണെങ്കിൽ നമുക്കറിയാം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇത് എത്ര ഡിഗ്രി വരണം? 120 ഡിഗ്രി വരണം. ഇത് 60 ആണെങ്കിൽ ഇത് എത്ര വരണം? 120. അങ്ങനെ 60 120 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ത്രികോണത്തിനെ നിങ്ങൾ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ദാ ഇവിടെ 120, ഇത് 30. അപ്പോൾ ഇത് എത്രേ വരത്തുള്ളൂ? 30. അല്ലെങ്കിൽ വലിയ ത്രികോണം എടുക്കുമ്പോൾ ഇത് 60 ആണല്ലോ, അപ്പോൾ ഇത് 30. ദാ ഇങ്ങനെ വന്നിരിക്കുന്ന ഈ ത്രികോണം ഇല്ലേ, അതായത് ഈ 30, ഇത് 120, ഇത് 30. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. നമുക്ക് ഇത് 12 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കണം? 12 ആയിരിക്കണം. സോ ഇത് 12 എന്ന് കിട്ടും. അത് 12 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇത് 12 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് 60 ആണ്, ഇത് 30 ആണ്. സോ 30, 60, 90 വെച്ച് നോക്കി 1:√3:2. 1:√3:2 നോക്കുമ്പോൾ ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് 12 ആണ്. 2ന്റെ ഇരട്ടി 2ന്റെ 6 ഇരട്ടിയാണ് 12. സോ 6√3, ഇത് ഒരു 6 വരും. സോ 6√3 12. 6√3 and 12. അപ്പൊ 60ക്ക് ഓപ്പോസിറ്റ് എത്ര വരും? 6√3. അതായത് ആ കുട്ടി 6√3 മീറ്റർ അകലെയാണ്. അതുപോലെ 30ന്റെ ഓപ്പോസിറ്റ് എത്രയാണ് വന്നത്? 6. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ദൂരം 6. 6ഉം 12ഉം എത്രയാ? 18. അങ്ങനെ എളുപ്പ വഴികളുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു പഠിക്കുക. ചെയ്തു പഠിക്കുമ്പോഴേ ഉള്ളൂ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഏത് അപ്രോച്ച് ആണ് ഇവിടെ സ്വീകരിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ചെയ്ത് തന്നെ പഠിക്കുക.